കർത്താവിന്റെ തിരുവചനം പങ്കുവയ്ക്കുന്നതിന് വേണ്ടി കർത്താവിൽ പ്രിയ ഷിനോ കുര്യൻ പാസ്റ്റർ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തെ ക്ഷണിച്ചുകൊള്ളുന്നു. താങ്ക് യു പാസ്റ്റർ. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. കേൾക്കാവോ പാസ്റ്റർ? അല്ലേ, എന്നെ കേൾക്കാമല്ലോ അല്ലേ? പാസ്റ്റർ കേൾക്കാമോ? ഓക്കെ. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കാമോ പാസ്റ്റേ? താങ്ക് യു ബിജി പാസ്റ്റർ. കടന്നു പോയിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കായി സ്തോത്രം, ദൈവദാസിമാർക്കായി സ്തോത്രം, ദൈവമക്കൾക്കായി സ്തോത്രം. എനിക്ക് തോന്നുന്നു 1 വർഷം മുന്നേ ഞാനവിടെ നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷിക്കാൻ വന്നത്. അന്നൊക്കെ ദൈവം പറഞ്ഞിരുന്നു കുറച്ചുകൂടെ ഇത് വിശാലമാക്കുമെന്ന് പറഞ്ഞിരുന്നു. ഒരുപാട് പേരെ കാണുവാൻ ദൈവം സഹായിച്ചവർ ദൈവത്തെ സ്തുതിക്കുകയാണ്. എല്ലാ മഹത്വവും കർത്താവിനും. പാസ്റ്റർ ചെയ്തപ്പോൾ ഇനിയിപ്പം അവിടെ ഇപ്പോൾ സമയത്തിനായി ഇവിടെ 5:55. അപ്പം എനിക്ക് എത്ര 45 മിനിറ്റ് ഉണ്ട് സമയമുണ്ടല്ലേ? 6:45. അപ്പോൾ എനിക്കിപ്പോൾ 1 മണിക്കൂറുണ്ട്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ആയിരിക്കുന്ന എല്ലാവരും ദൈവസാന്നിധ്യമായിരിക്കുമല്ലോ. നമുക്കെല്ലാവർക്കും ഒന്ന് പരിശുദ്ധാത്മാവിനെ, എല്ലാവരും നമ്മൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചെങ്കിലും നമുക്ക് പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉൾമുറിയിലോട്ടൊന്ന് വിളിക്കാം. നമ്മളായിരിക്കുന്ന സ്ഥാനത്ത്, നമ്മുടെ മുറിയിൽ, നമ്മുടെ ബെഡ്റൂമിൽ, നമ്മുടെ കിച്ചണിൽ, എവിടെയായിരിക്കുന്നിടത്ത്, നമ്മുടെ കാറിൽ, എവിടെയായാലും പരിശുദ്ധാത്മ നിങ്ങൾ വായി തുറന്ന് പറഞ്ഞ കർത്താവേ, പരിശുദ്ധാത്മാവേ അങ്ങേക്ക് സ്വാഗതം. വെൽക്കം ഹോളി സ്പിരിറ്റ്, വെൽക്കം ഹോളി സ്പിരിറ്റ്. ഞാനായിരിക്കുന്ന സ്ഥാനത്തോട്ട് പരിശുദ്ധാത്മാവിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും പറഞ്ഞാലും പരിശുദ്ധാത്മാവിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധാത്മാവെ അങ്ങേക്ക് സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധാത്മാവെ അങ്ങേക്ക് സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞാൽ യേശു തന്നെയാണ്. നമുക്കറിയാം യേശു കർത്താവ് ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. എന്നാൽ പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞാൽ സ്കിന്നില്ല, ബോഡി ഇല്ലാത്ത അല്ലെങ്കിൽ ആത്മാവാണ്. അത് യേശു തന്നെയാണ് പരിശുദ്ധാത്മാവ്. അപ്പം യേശുവിനെ നമ്മൾ നമ്മുടെ ഈ ശുശ്രൂഷാ മുറിയിലോട്ട്, നമ്മുടെ ഭവനത്തിലോട്ട്, നമ്മുടെ ആയിരിക്കുന്ന സ്ഥാനത്തോട്ട് നമ്മൾ ക്ഷണിക്കുന്നു. നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട്. ഓൾറെഡി യേശു നമ്മുടെ ഉള്ളിൽ വന്നിട്ടുണ്ട്. നമ്മൾ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ യേശു നമ്മുടെ ഉള്ളിലായി. ഓൾറെഡി നമ്മുടെ ഉള്ളിൽ യേശു ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ചെറു ക്രിസ്തുക്കളാണ്. നമ്മൾ വീണ്ടും കർത്താവിനെ ഒന്നുകൂടെ ക്ഷണിക്കുകയാണ്. കാരണം നമ്മുടെ കർത്താവിന് എപ്പോഴും ഇഷ്ടമാണ് നമ്മൾ ക്ഷണിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മളെല്ലാവരും ക്ഷണിക്കുകയാണ്. കർത്താവ് എൻ്റെ മുറിയിലോട്ട് വരണം. നമ്മൾ ക്ഷണിക്കുമ്പോഴാണ് കർത്താവ് വരുന്നത്. കർത്താവ് വന്ന് നമ്മളൊരാൾ നമ്മുടെ മുറിയിലോട്ട് വന്ന് കാണുമ്പോഴാണ് നമ്മുടെ മുറിയൊക്കെ കണ്ട് നമ്മളെ കാണുമ്പോൾ ഇവൻ്റെ അവസ്ഥ ഈ സ്ഥിതിയാണല്ലോ, ഇവരിങ്ങനെയാണല്ലോ ഇരിക്കുന്നത്, ഇവനൊന്ന് തൊടണം, ഇവനൊന്ന് സഹായിക്കണം, ഇവനെ സൗഖ്യമാക്കണം എന്നൊക്കെ കർത്താവിന് ഒരു ചിന്ത വരും. ഇവനൊരു ഡെലിവറൻസ് കൊടുക്കണം. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ക്ഷണിക്കാം. അതിനുശേഷം നമുക്കറിയാവുന്നൊരു പാട്ട്, ഞാനിങ്ങനെ പെട്ടെന്ന് യൂട്യൂബിലൂടെ തപ്പി നടന്നപ്പോഴത്തേക്ക് കിട്ടിയതാണ്. ചുമ്മാ തപ്പി നടന്നതല്ല, ഒരു പാട്ടിങ്ങനെയാണ്. എനിക്ക് ആ പാടം ഇഷ്ടപ്പെട്ടു. തീ പോലെ ഇറങ്ങണമേ എന്നൊരു പാട്ട് ആ സഹോദരി പാടിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമുക്ക് വേണമെങ്കിൽ നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് ദൈവത്തെ ഒന്ന് ആരാധിക്കാൻ വേണമെങ്കിൽ. Holy Spirit, you welcome here. Thank you for your presence. I love you, Jesus. I love you, Jesus. I love you, Holy Spirit. We worship you. I gave you a great grace. I gave you a glory, honor. നിങ്ങളെല്ലാവരും ആയ സ്ഥാനത്ത് കരങ്ങളടിച്ചു വേണമെങ്കിൽ ഒന്ന് പാടിക്കേ. ഹല്ലേലൂയ. അഭിഷേകം സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ ആത്മാവിൽ നിറയ്ക്കണമേ. പാടാവുന്നവരെല്ലാം പാടിക്കോ. അഭിഷേകം സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ ആത്മാവിൽ നിറയ്ക്കണമേ. തീ പോലെ അതിനാവായി. താങ്ക് യു ജീസസ്. കാറ്റായി കേണമേ, തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി
കൊടും കാറ്റായി വീശണമേ. ആത്മനദിയായി ഒഴുകണമേ. ശരബരഹസ്തിനി. താങ്ക് യു ഹോളി സ്പിരിറ്റ്. എല്ലാ ഇരുട്ടും മാറട്ടെ. എല്ലാ അന്ധകാരത്തെ ഞാൻ ശാസിക്കുന്നു. പൈശാചിക മണ്ഡലങ്ങളിൽ ശാസിക്കുന്നു. എല്ലാവരുടെ ഭവനങ്ങളും ദൈവസാന്നിധ്യം വെളിപ്പെടട്ടെ. ഈ സൂം മീറ്റിംഗ് ദൈവസാന്നിധ്യം വെളിപ്പെടാൻ പ്രാർത്ഥിക്കുന്നു. ഈ നെറ്റ്വർക്കിൽ ദൈവസാന്നിധ്യം വെളിപ്പെടാൻ പ്രാർത്ഥിക്കുന്നു. ദൈവശക്തി വ്യാപരിക്കട്ടില്ല എല്ലായിടത്തും. ദൈവസാന്നിധ്യം ഇറങ്ങട്ടെ. ദൂതന്മാർ ഇറങ്ങി വരട്ടെ. ദ നെയിം ഓഫ് ജീസസ് ഫ്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് അഭിഷേകത്തിൻ്റെ ശക്തി ഒഴുകട്ടെ എല്ലായിടത്തും. യെസ്, ദൈവസാന്നിധ്യം ഇറങ്ങി വരുന്നു. യെസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു വണ്ടർഫുൾ ജീസസ്. താങ്ക് യു ഫോർ യുവർ പ്രസൻസ്. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ അധികാരം പകരണമേ. ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം. അസ്ഥിയുടെ കാലയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. അധികാരം പകരണമേ. ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം. തീ പോലെ നമ്മേ അതിനായി വീശണമേ. ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ. അതിനായി കാറ്റായി വീശണമേ. ആത്മനദിയായി ശകരബാസി മറക്കലസി. ഓ താങ്ക് യു ജീസസ്. സഖം മറസീന ബാല. ഹോളി ഗോസ്റ്റ് ഫയർ. ഹോളി ഗോസ്റ്റ് ഫയർ. ഹോളി ഗോസ്റ്റ് ഫയർ. ഹോളി ഗോസ്റ്റ് ഫയർ. ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ തീ. ഖറാസി മാലാറാസി. ഫയർ ഹോളി ഗോസ്റ്റ്. ജീസസ് 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 ജീസസ്. കർമ്മേലിയിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു. ആഹാബ് വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ. കർമ്മേലിയിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു. ആഹാബ് വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ. ഓ തീ പോലെ ഇറങ്ങണമേ. അഗ്നിനാവായി ഇറങ്ങണമേ. കാറ്റായി വീശണമേ. നദിയായി വീഴണമേ. തീ പോലെ ഇറങ്ങണമേ. നാവായി കാറ്റായി വീശണമേ. നിതായി വീഴണമേ. ഓ തീ പോലെ ഇറങ്ങണമേ. താങ്ക് യു ജീസസ്. വണ്ടർഫുൾ ജീസസ്. നന്ദി 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 നന്ദി. പരിശുദ്ധാത്മാവേ അങ്ങേക്ക് നന്ദി. ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഈ ഹോസ്പിറ്റലിൽ ആരോ കിടക്കുന്നുണ്ട് ഭയങ്കരമായിട്ട് അസ്വസ്ഥതയിൽ. കർത്താവരെ സൗഖ്യമാക്കാൻ പോവാം. ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ നാമത്തിൽ ആ മനുഷ്യൻ ഇപ്പോൾ സൗഖ്യമാവുന്നു. ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആരോ ഉണ്ട്, നിങ്ങളുടെ ആരോ ഹോസ്പിറ്റലിൽ കിടപ്പുണ്ട്. ആ വ്യക്തിക്ക് വേണ്ടി ഇപ്പം നിങ്ങൾ പ്രാർത്ഥിച്ചേ. ഇപ്പം കർത്താവ് അവിടെ സൗഖ്യമാക്കാൻ പോവാം. ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ നാമത്തിൽ ബി ഹീൽ. യേശുവിൻ്റെ നാമത്തിൽ അവിടെ സൗഖ്യമാകട്ടെ. താങ്ക് യു ജീസസ്. കർത്താവ് തൊട്ടതിനായി സ്തോത്രം. വലിയ ദൈവസാന്നിധ്യം നിങ്ങളിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്, എനിക്കത് മനസ്സിലാകുന്നു. നിങ്ങൾക്ക് അവിടെ ആ ദൈവസാന്നിധ്യം നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് ദൈവസാന്നിധ്യം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഒന്ന് കര ഉയർത്തിയാലും എനിക്ക് കാണാൻ പറ്റുമെന്ന്. പ്രൈസ് ഗോഡ്. താങ്ക് യു ജീസസ്. പലരും കര ഉയർത്തുന്നുണ്ട്. നിങ്ങൾക്ക് ദൈവസാന്നിധ്യം നിങ്ങളിൽ അവിടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നവർ ദൈവത്തെ സ്തുതിക്കുകയാണ്. നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് അല്പസമയമുള്ളൂ പ്രാർത്ഥനയോടിരിക്കണം. മറ്റ് ശ്രദ്ധകളൊന്നും പോരുത്. മറ്റ് ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഉണ്ടാകരുത്. നിങ്ങൾ വേറെ എങ്ങും കോൺസെൻട്രേറ്റ് ചെയ്യരുത്. ഇതിൻ്റെ ഇടയ്ക്ക് മറ്റ് കാര്യങ്ങൾക്കൊന്നും പോരുത്. അല്പസമയം ദൈവത്തിൻ്റെ വചനത്തിന് മുന്നിലിരിക്കുക. അതിനുശേഷം അവസാനം ഞാൻ പ്രാർത്ഥിക്കും. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ചില ഡെലിവറൻസ് മിനിസ്ട്രിക്ക് വേണ്ടി ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ചില ഹീലിങ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ദൈവം അത്ഭുതങ്ങൾ ചെയ്യും. ചിലരുടെ ലങ്സ് പ്രശ്നമുള്ളവരെ കർത്താവ് സൗഖ്യമാക്കും. ഈ ശരീരത്തിനുള്ളിൽ അസ്വസ്ഥ ഉള്ളവരുടെ കർത്താവ് സൗഖ്യമാക്കും. സ്കിൻ സംബന്ധമായ വിഷയങ്ങൾ കർത്താവ് സൗഖ്യമാക്കും.
കർത്താവ് പലതും ഇങ്ങനെ എന്നെ കപ്പ് കാണിച്ചുകൊണ്ടിരിക്കുക. കർത്താവ് അവസാനം ഞാൻ പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും ചില വിടുതലുകൾ ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് ദൈവം തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. എസ്പെഷ്യലി ഫൈനാൻഷ്യൽ ക്രൈസിസ്, ചില കടഭാരത്തിലൊക്കെ നിൽക്കുന്നവരുണ്ട്. അവരെയൊക്കെ കർത്താവ് ഇന്ന് വിടുവിക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്. അവിടെ നിങ്ങൾ പ്രാർത്ഥനയോടെ ഇരിക്കുക. ഫുള്ള് ദൈവസന്നിധിയിൽ നിങ്ങളുടെ വിഷയമായിരിക്കുക, പ്രാർത്ഥിക്കുക. അവസാനം നമുക്ക് അല്പസമയം പ്രാർത്ഥിക്കാൻ. തീർച്ചയായിട്ടും ദൈവം ഒരു അത്ഭുതം നടത്തട്ടെ, അത്ഭുതം ചെയ്യട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിടുതലായി തീരുവാൻ കർത്താവ് ഇടയാക്കട്ടെ. ഇന്ന് രാവിലെ 5 മണിയാകുമ്പോൾ കർത്താവ് എന്നെ എഴുന്നേൽപ്പിച്ചു. ഏകദേശം 5 മണിയാകുമ്പം 4 മണിയാകുമ്പോൾ എന്നെ വിളിച്ചു. എനിക്ക് ക്ഷീണം കാരണം ഞാൻ എഴുന്നേറ്റില്ല. വീണ്ടും ഞാൻ കിടന്നു. വീണ്ടും 5 മണിയാകുമ്പോൾ എന്നെ കർത്താവ് എന്നെ വിളിച്ചു. കുട്ടി എഴുന്നേൽക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ദൈവസന്നിധിയിൽ എഴുന്നേറ്റു, പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ ഒരു 45 മിനിറ്റ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. ഒന്നെങ്കിൽ ചില സമയത്ത് കർത്താവ് പറയും ഒരു 45 മിനിറ്റ് നീ വർഷിപ്പ് ചെയ്യാൻ പറയും. അപ്പോൾ എനിക്ക് പാടാൻ വലിയ കഴിവില്ലാത്തതുകൊണ്ട് ഞാൻ ഇതുപോലെ ആരുടെയും നല്ല വർഷിപ്പ് സോങ് കിട്ടിയിട്ട് ഞാൻ ആ കൂടെ ഇങ്ങ് പാടിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ കർത്താവ് പറയും നീ വചനം വായിക്കാൻ പറയും. അങ്ങനെ ഞാൻ അല്ലെങ്കിൽ 45 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂറൊക്കെ വചനം. താങ്ക് യു ഹോളി സ്പിരിറ്റ്, യു ആർ ഹിയർ. സോ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഇവിടെ എത്തിയിരിക്കും. അതാണ് എനിക്ക് ഭയങ്കര സന്തോഷമാണ് എപ്പോഴും. ദൈവത്തിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്ക് ദൈവം ഇവിടെ എത്തിയിരിക്കും. ഈസ് പ്രസൻസ് ഹിയർ നൗ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സാന്നിധ്യം ഇവിടെ വന്നിരിക്കുക. താങ്ക് യു. ഇനി ദൈവം കൂടെയുള്ളപ്പോൾ നമുക്കൊന്നും പേടിക്കാനില്ല. അതാണ് എൻ്റെ സന്തോഷം. എൻ്റെ വില എപ്പോഴും കർത്താവിലാണ്. ഹല്ലേലൂയ. കർത്താവുണ്ട്, നമുക്കൊന്നും പേടിക്കാനില്ല. കർത്താവുണ്ട്, നമുക്ക് ധൈര്യമാണ്. അവൻ വിളിക്കുന്നിടത്ത് വരുന്ന ദൈവം. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞങ്ങളുടെ സാന്നിധ്യം ഇവിടെ ഉള്ളതിനായ സ്തോത്രം. താങ്ക് യു വണ്ടർഫുൾ ജീസസ്. താങ്ക് യു. അപ്പോൾ രാവിലെ ഒരു 4:30 എന്നെ വിളിച്ച് ചിലപ്പോൾ ഞാൻ പറയും വചനം വായിക്കാൻ പറഞ്ഞ കർത്താവ് വചനം എന്നെ വായിപ്പിക്കും. അല്ലെങ്കിൽ പറയും പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഇന്ന് രാവിലെ എഴുന്നേൽപ്പിച്ചു. ഒരു 5 മണിയാകുമ്പോൾ എഴുന്നേൽപ്പിച്ച് വചനം എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ കർത്താവിൻ്റെ ചോദിക്കും, കർത്താവ് എന്താ പ്രാർത്ഥിക്കേണ്ടത്? കാരണം എനിക്ക് ഈ നിങ്ങൾ നേരത്തെ ആ സഹോദരി പ്രാർത്ഥിച്ച പോലെ ഒന്നും എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല. ഇത്രയും നീട്ടിയൊരു പ്രാർത്ഥനയൊന്നും ആരെങ്കിലും പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ 2-3 വാക്കുകൊണ്ട് പ്രാർത്ഥിക്കാൻ അറിയാം. അല്ലെങ്കിൽ ഇപ്പോൾ ഫാമിലി പ്രയറിൽ ഇരുന്ന തന്നെ ഞാൻ കുറച്ച് അത്യാവശ്യം ഒരു 10-15 വാക്കുകൾ പറയുമ്പോൾ എൻ്റെ പ്രാർത്ഥന തീരും. എനിക്കങ്ങനെ 1 മണിക്കൂർ 2 മണിക്കൂറൊന്നും ഈ സഹോദരിമാർ പ്രാർത്ഥിക്കുന്നവർ പ്രാർത്ഥിക്കാൻ അറിയത്തില്ല. എനിക്ക് കിട്ടത്തില്ല, വേർഡുകൾ കിട്ടത്തില്ല. ചിലർക്ക് ആ പ്രാർത്ഥനാപരം ദൈവം തന്നിരിക്കുന്നവരെ ദൈവത്തെ സ്തുതിക്കുക. ഞാനത് കുറവായിട്ടല്ല പറയുന്നത്. നിങ്ങൾക്ക് അങ്ങനെ വരം തന്നല്ലോ, നന്ദി. ഞാനൊരു ചെറിയ 2-3 വാക്കുകൾ ഞാൻ സംസാരിക്കുന്നത് ദൈവത്തോട് സംസാരിക്കത്തോളം ഇങ്ങനെ സംസാരിക്കും. കർത്താവ് എൻ്റെ ആവശ്യകത അല്ല, എൻ്റെ വിഷയത അല്ല, പുള്ളിയുടെ വിഷയത, നീ എന്തെങ്കിലും ചെയ്ത് കൊടുക്കണം. അങ്ങനെയൊക്കെ സംസാരിക്കുന്നത് മനുഷ്യനോട് സംസാരിക്കുന്ന പോലെ. ഇപ്പം ബിജി പാസിൻ്റെ ആവശ്യമുണ്ട്. ബിജി പാസ് പറയുകയാണെങ്കിൽ ഞാൻ പറയും, കർത്താവ് ബിജി പാസ് ഇന്ന പ്രശ്നമുണ്ട്, ഇന്ന പ്രശ്നത്തെ പുള്ളി ഭാരപ്പെടുന്നു, നീ എന്തെങ്കിലും ചെയ്ത് കൊടുക്കണം. നമ്മൾ ഈ അമ്മ വന്നിട്ട് നമ്മൾ കാണുന്നില്ലേ, മറിയ വന്നിട്ട് യേശുവിനോട് പറയത്തില്ല അവിടെ വീഞ്ഞില്ല, നീ എന്തെങ്കിലും ചെയ്ത് കൊടുക്കണം, നീ സഹായിക്കണം. അതുപോലെ ഞാൻ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ദൈവത്തിന് ഇഷ്ടമുണ്ടെങ്കിൽ ദൈവം ചെയ്യും. അതെനിക്കറിയാം, കർത്താവ് ചെയ്യുമെന്ന് എനിക്കറിയാം. നമ്മൾ കർത്താവുമായിട്ട് നല്ല ബന്ധത്തിലാണെങ്കിൽ നമ്മളിൻ്റെ ദൈവത്തിൻ്റെ വചനം നമ്മളിലും യേശു നമ്മളിലുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന ദൈവം ചെയ്യും. അത് ദൈവനാമഹത്വത്തിന് വേണ്ടി ചെയ്യും. ഹല്ലേലൂയ. അപ്പം എഴുന്നേറ്റ് ഞാൻ പ്രാർത്ഥിച്ചു, രാവിലെ കിടന്നുറങ്ങി. ഇനിയാണ് നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് ഞാൻ പറയാൻ കാരണം. ഇത് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയം. ഇത്രയും പേര് 100 പേരിൽ മേളിലുണ്ടെന്ന് തോന്നുന്നു ഇവിടെ. നിങ്ങൾ ഇത്രയും പേര് പ്രാർത്ഥിക്കണം. കാരണം കേരളത്തെക്കുറിച്ച് ദൈവം ഒരു അവസ്ഥ കാണിക്കുവാനിടയായി. കേരളത്തിൽ വലിയൊരു സുനാമി വീണ്ടും വരാൻ പോവാം, അല്ലെങ്കിൽ വലിയൊരു വെള്ളപ്പൊക്കം. സുനാമി പോലെ ഞാൻ കണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയോ ഒരു വെള്ളപ്പൊക്കം വരാൻ പോവാം. കേരളം മുങ്ങാൻ പോവാം. നിങ്ങളാരും പേടിക്കണ്ട. ഇത് അറിയിക്കാൻ കാരണം എന്തിനാണെന്നറിയാമോ? പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വിടുതലുണ്ടല്ലോ, അതിനാണ് കർത്താവ് അറിയിക്കുന്നത്. ദൈവത്തിൻ്റെ വചനമുണ്ട്, തൻ്റെ പ്രവാചകന്മാരെ അറിയിക്കാതെ ദൈവം ഒന്നും ചെയ്യുന്നില്ല എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അതുകൊണ്ട് കേരളം മുങ്ങാൻ പോവുകയാണ്. ഭയങ്കരമായ സുനാമി പോലെ, അല്ലെങ്കിൽ വലിയൊരു ഫ്ലഡ്, അല്ലെങ്കിൽ വലിയൊരു വെള്ളപ്പൊക്കം കേരളത്തിൽ വരാൻ പോവുകയാണ്. അപ്പോൾ ദൈവം അതിനെ കാണിച്ചു. എന്നിട്ട് പറഞ്ഞു, ഭയങ്കരമായ ബിൽഡിങ്ങുകൾ, ചെറിയ നമ്മുടെ വീടുകളല്ല, വലിയ നീളമുള്ള ഉയരമുള്ള ബിൽഡിങ്ങുകളെല്ലാം വെള്ളത്തിൻ്റെ അടിയിൽ മുങ്ങിക്കിടക്കുന്നത് ആകാശത്തുനിന്ന് ദൈവനെ കാണിക്കുവാനിടയായി. മൂന്നാമത് ദൈവനെ കാണിച്ചത് കേരളത്തിൻ്റെ ഈ എറണാകുളം മുതൽ അങ്ങോട്ട് കാസർഗോഡ് ഭാഗത്തോട്ട് പല നദികൾ, കേരളത്തിൻ്റെ നടുവിലൂടെ വലിയൊരു നദി, പല നദികളുടെ ശാഖകൾ, ഏകദേശം 4 ശാഖകൾ കേരളം മുറിയാൻ പോവുക. അപ്പോൾ മനസ്സിലായല്ലോ ആ വെള്ളപ്പൊക്കത്തിൻ്റെ ശക്തി നിങ്ങൾ എത്രമാത്രം അത് മനസ്സിലായല്ലോ. കേരളം വീണ്ടും പിളർന്ന് പല നദികളായിട്ട് കേരളത്തെ വീണ്ടും കാണുവാനിടയായി. അതുകൊണ്ട് ദൈവമക്കൾ പ്രാർത്ഥിക്കുക. കാരണം കേരളത്തിൽ അന്ധകാരം കൂടിയിരിക്കുക. കഴിഞ്ഞ ദിവസം മനസ്സിലാക്കാൻ മ്ലേച്ഛതയുടെയും
പാപത്തിൻ്റെയും അല്ലെങ്കിൽ ആഭിചാരത്തിൻ്റെയും അങ്ങനെ പല 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 പൈശാചിക ശക്തിയുടെ ഒരു കൂടാരമായി മാറിയിരിക്കുക കേരളം. എസ്പെഷ്യലി എനിക്ക് തോന്നുന്നത് ആഫ്രിക്കയെക്കാളും കൂടുതൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പൈശാചിക മണ്ഡലങ്ങളുള്ളത് കേരളത്തിലാണ്. എന്നാൽ ദൈവമക്കൾ ഏറ്റവും കൂടുതലുള്ള കേരളത്തിലാണ്, ദൈവദാസന്മാർ ഏറ്റവും കൂടുതൽ കേരളത്തിലാണ്. പക്ഷേ ഇന്ന് ഏറ്റവും കൂടുതൽ പൈശാചിക മണ്ഡലമുള്ളത് കേരളത്തിലാണ്. നിങ്ങൾ എത്ര പേര് ഞാൻ പറയുന്നത് മനസ്സിലാക്കുന്നുണ്ടെന്ന് ദൈവമക്കൾക്ക് മനസ്സിലാവുകൊണ്ട് കേരളത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. കേരളത്തിന് ഡെലിവറൻസ് ആവശ്യമായിരിക്കുന്നു. അല്ലെങ്കിൽ കേരളം കാണത്തില്ല, കേരളം നശിച്ചു പോകും. കേരളം എന്നൊന്നും സംസ്ഥാനം കാണത്തില്ല. വെള്ളപ്പൊക്കത്താൽ ദൈവത്തിന് അത്രമാത്രം കേരളത്തെ സഹിക്കാൻ പറ്റുന്നില്ല. എന്നെ ഇപ്പോൾ ദൈവം കാണിക്കുന്ന കർത്താവ് കേരളത്തെ ഓർത്ത് കരയുക. യേശുവിൻ്റെ കണ്ണിലൂടെ കേരളം എന്ന് പറയുമ്പോൾ യേശുവിൻ്റെ കണ്ണിലൂടെ കണ്ണുനീര് വന്നുകൊണ്ടിരിക്കുക. അത്രയ്ക്കും ദൈവം സ്നേഹിച്ച ഒരു സ്ഥലമാണ് കേരളം. അത്രമാത്രം ദൈവമക്കൾ അവിടെ എഴുന്നേറ്റാണ്. ഞാനൊക്കെ കേരളത്തിലായിരുന്നല്ലോ ജനിച്ചു വളർന്നൊക്കെ. എൻ്റെ ചെറുപ്പകാലമല്ല ഇപ്പോൾ അവിടെ. ഇപ്പം ഡ്രഗ്സാണ്, മുഴുവൻ ഡ്രഗ്സാണ്. ഇപ്പം മതമാണ്, അല്ലെങ്കിൽ ജാതിയാണ്. കേരളത്തിൽ ഭയങ്കര സ്പിരിറ്റാണ്, വല്ലാത്തൊരു സ്പിരിറ്റാണ് കേരളത്തിൽ. അതുകൊണ്ട് കേരളത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. ദൈവജനത്തിൻ്റെ ഇടയിൽ തന്നെ ഒരു റിവൈവൽ ഉണ്ടാകട്ടെ. ദൈവജനത്തിൻ്റെ ഇടയിൽ തന്നെ ഒരു പശ്ചാത്താപം, ഒരു മാനസാന്തരം ഉണ്ടാകട്ടെ. അതുപോലെ ലോകജാതികളുടെ ഇടയിൽ ഒരു മാനസാന്തരം ഉണ്ടാകട്ടെ. കേരളം പിടിയിക്കപ്പെടാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അപ്പോൾ റിവേഴ്സ് ഓഫ് ലിവിങ് വാട്ടർ, കർത്താവ് എന്നോട് സംസാരിക്കാൻ ഇടയാകുന്ന ഇന്ന് പകൽക്കാലം, ഹൗ വിൽ റിവേഴ്സ് ഓഫ് ലിവിങ് വാട്ടർ ഫ്ലോ ഫ്രം ബിലീവേഴ്സ്. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 38-ാം ബേസ് ചെയ്താണ് ഞാൻ ഇപ്പോൾ സമയം വചനം ശുശ്രൂഷിക്കാൻ പോകുന്നത്. കർത്തദാസൻ പറഞ്ഞതുപോലെ ഒരു മണിക്കൂറിൽ ഒരു 45 മിനിറ്റിൽ എനിക്കൊരു 10-25 മിനിറ്റ് സംസാരിച്ച് ബാക്കി ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 38-ാം വാക്യമാണ് വായിക്കുന്നത്. വിശ്വാസികളിൽ നിന്ന് ജീവജലത്തിൻ്റെ നദികൾ എങ്ങനെ ഒഴുകും. നമ്മളെല്ലാം വിശ്വാസികളാണ്. നിങ്ങൾ പഠിച്ചിരിക്കേണ്ട വിഷയമാണ്. വിശ്വാസികളിൽ നിന്ന് ജീവജലത്തിൻ്റെ നദികൾ എങ്ങനെ ഒഴുകും. യോഹന്നാൻ 7:38 ബേസ് ചെയ്ത് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ജീവജലത്തിൻ്റെ നദികളെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ഒരു നദിയല്ല, നമുക്ക് കാണാൻ പറ്റും അനേക നദികളാണ്. അനേകം ബിലീവേഴ്സ് ഇൻ മീ ആസ് എ സ്ക്രിപ്ചർ ഹാസ് സെഡ് റിവേഴ്സ് ഓഫ് ലിവിങ് വാട്ടർ എന്ന് എഴുതിയിരിക്കുന്നത്. റിവേഴ്സ് ഓഫ് ലിവിങ് വാട്ടർ. നിങ്ങൾ അവിടെ ഇരിക്കുന്നത് പറഞ്ഞ ജീവജല നദികൾ എന്നിലൂടെ ഒഴുകും. ഹല്ലേലൂയ. ജീവജല നദികൾ എന്നിലൂടെ ഒഴുകും. അപ്പം വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. ജീവജലത്തിൻ്റെ നദികൾ ഒഴുകുന്ന കർത്താവ് പറയുവാനിടയായി. അല്ലെങ്കിൽ അത് യേശു വിളിച്ചു പറയുകയാണ്, വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. യോഹന്നാൻ 7:38 ജീസസ് മേക്സ് എ പ്രോമിസ്. അതൊരു പ്രോമിസായിട്ട് കർത്താവ് തന്നിരിക്കുകയാണ്. ഒരു പ്രോമിസാണ്, ഒരു വാഗ്ദത്തമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഒരു വാഗ്ദത്തം, ദൈവത്തിൻ്റെ യേശുക്രിസ്തുവിൻ്റെ ഒരു വാഗ്ദത്തം അത്. ഹല്ലേലൂയ. അതുകൊണ്ട് ആരെങ്കിലും പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് പകൽക്കാലം പ്രാപിക്കണം. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിരുന്ന പകൽക്കാലം ആ ജീവജല നദികൾ ഒഴുകുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മളാ ചെറിയൊരു നദി നമ്മുടെ ഉള്ളിലുണ്ട്. നദി എന്നല്ല, നദികളുണ്ടെന്നാണ് കർത്താവ്. നദികൾ മനസ്സിലായി, നദികൾ. റിവേഴ്സ് എന്നിരിക്കണം, റിവേഴ്സ്. അപ്പം നദികൾ, ഒരു നദിയല്ല, ഒരുപാട് നദികൾ നമ്മുടെ ഉള്ളിലുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നപ്പോൾ ആ നദിയായിട്ട് വന്നിരിക്കും. നദി നമ്മുടെ ഉള്ളിൽ കിടക്കുക. അപ്പോൾ ആ നദി നമ്മുടെ ഉള്ളിൽ നിന്ന് പുറപ്പെടണം, ഒഴുകണം. പല സ്ഥലങ്ങളിലോട്ട് ഒഴുകണം. ഹല്ലേലൂയ. നിങ്ങളുടെ ഭവനത്തിൽ ആദ്യം ഒഴുകണം, നിങ്ങളുടെ ചർച്ചിൽ ഒഴുകണം, നിങ്ങൾ നടക്കുന്ന ദേശത്ത് ഒഴുകണം, നിങ്ങൾ ചെല്ലുന്നിടത്തെല്ലാം നദി ഒഴുകിക്കൊണ്ടിരിക്കണം. ഹല്ലേലൂയ. അപ്പം ഈ ഒരു ഉപമ പറഞ്ഞുകൊണ്ട് കർത്താവ് അവിടെ തുടങ്ങുന്നത് തന്നെ ചെയ്യുന്നത് നമ്മളൊക്കെ അറിയാം. ഹൂ ബിലീവ് ഇൻ മീ. ഒന്ന് കർത്താവ് പറയുന്നത് അതിൻ്റെ അകത്ത് മെയിൻ പോയിൻ്റ്, ഒരു കീ ആണത് കേട്ടോ. കർത്താവ് പറയുന്ന ഒരു പോയിൻ്റാണത്. ഹൂ ബിലീവ് ഇൻ മീ. എന്നിൽ വിശ്വസിക്കുക. എന്നിൽ വിശ്വസിച്ചാൽ എന്താണ്? റിവേഴ്സ് ഓഫ് ലിവിങ് വാട്ടർ വിൽ ഫ്ലോ. എന്നിൽ വിശ്വസിച്ചാൽ അവരുടെ ഉള്ളിൽ നിന്ന് ജീവൻ ജല നദികൾ ഒഴുകും. അപ്പോൾ കർത്താവിൽ വിശ്വസിക്കുക. അവിശ്വാസം നമ്മുടെ ജീവിതത്തിൽ വരാൻ പാടില്ല. എപ്പോഴും നമ്മൾ കർത്താവിൽ വിശ്വസിക്കുക. എന്നെ കർത്താവിൽ ഞാൻ വിശ്വസിക്കുന്നു. ലോകം മാറിയാലും ശരി, എൻ്റെ ഭർത്താവ് മാറിയാലും ശരി, എൻ്റെ ഭാര്യ മാറിയാലും ശരി, എൻ്റെ കുഞ്ഞുങ്ങൾ മാറിയാലും ശരി, എൻ്റെ ജോലി പോയാലും ശരി, ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. എത്ര പേര് പറയും എൻ്റെ കർത്താവിൽ ഞാൻ വിശ്വസിക്കുന്നു? ഹല്ലേലൂയ.
എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്നാണ് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജല നദികൾ ഒഴുകുന്നത്. അപ്പോൾ യേശു പറഞ്ഞത് എന്താണ്? വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്നാണ് ജീവജല നദികൾ ഒഴുകുന്നത്. വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ. അപ്പോൾ നമുക്കിതെല്ലാം വിശ്വാസമാണ്. വിശ്വാസത്തിലൂടെയാണ് ജീവജല നദികൾ നമ്മൾ വെളിപ്പെട്ട് വരുന്നത്. താങ്ക് യു ജീസസ്. ഓ ദീഖാമാനാസി ഹല്ലേലൂയ. നമുക്കറിയാം ഇത് വിളിച്ചു പറയുന്ന ഒരു പ്രത്യേക അവസ്ഥ. ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കംസ് ടു കീ മൂവ്മെൻറ്റ് ഡ്യൂറിങ് ദ ഫീസ്റ്റ് ഓഫ് ദ ടാബർനക്കിൾ, അല്ലെങ്കിൽ ആ കൂടാര പെരുന്നാളിലെ ഒരു നിർണായക നിമിഷത്തിലാണ് ഈ പ്രസ്താവന വരുന്നത്. കൂടാര പെരുന്നാളിൻ്റെ അവസ്ഥയിലാണ് കർത്താവ് വിളിച്ച് പറയുന്നത്. നമുക്കറിയാം, നമ്മൾ ദൈവത്തിൻ്റെ തിരുവചനം വായിക്കുമ്പോഴത്തേക്ക് ഈ വാട്ടർ അല്ലെങ്കിൽ വെള്ളത്തെക്കുറിച്ചും പുതുജീവനെക്കുറിച്ചും ന്യൂ ലൈഫ്, പുതുജീവനെക്കുറിച്ച് ഒരുപാട് പറയുന്നുണ്ട്. അപ്പം സുവിശേഷത്തിൽ നമ്മൾ വായിക്കുമ്പം വെള്ളത്തെയും പുതുജീവനെക്കുറിച്ചുള്ള ആശയത്തെക്കുറിച്ച് യേശു എപ്പോഴും പറയുന്നുണ്ട്. അത് ധാരാളമായി പറയാനുണ്ടായിരുന്നു കർത്താവിന്. എപ്പോഴും കർത്താവ് പറയുന്നൊരു വിഷയമാണ് പുതുജീവൻ, പുതിയതായി നിങ്ങൾ പുതുക്കം പ്രാപിക്കുക, നിങ്ങൾ പുതിയതായി ജനിക്കുക. സോ നമുക്ക് നിക്കോഡോമാസ് അല്ലെങ്കിൽ അദ്ദേഹത്തോട് പറയുന്നുണ്ട് എന്താണ്, നീ വെള്ളത്താലും യോഹന്നാൻ 3-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 5-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നിനക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ വെർലി ട്രൂ ഐ ടെൽ യു, അല്ലേ? അങ്ങനെ പറയുന്നത് സത്യമായിട്ട് ഞാൻ നിന്നോട് പറയുകയാണ്, ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ വെള്ളത്താലും ആത്മാവിലാലും ജനിക്കണമെന്ന് യേശു നേരത്തെ അവനോട് പറയാനിടയായി. നിക്കോദോമോസിനോട് പറയാണ്, വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണം. അപ്പോൾ വെള്ളത്താലും പരിശുദ്ധാത്മാവിനാലും അല്ലെങ്കിൽ ദൈവവചനത്താലും ആത്മാവിനെ നമ്മൾ ജനിക്കപ്പെടുവാനിടയായി. നമ്മളിന്ന് ദൈവരാജ്യത്തിലാണ്. യോഹന്നാൻ 3:5 വ്യവസ്ഥ പ്രകാരം ദൈവരാജ്യത്തിൽ നിൽക്കുന്നവരാണ്. നമ്മൾ ദൈവരാജ്യത്തിൽ നിന്ന്, അതായത് ലോകമെന്ന രാജ്യത്തിൽ നിന്നും ദൈവരാജ്യത്തിലോട്ട് ദൈവം നമ്മളെ വിളിച്ചിരിക്കുക. എത്ര പേരെ വിശ്വസിക്കുന്നുണ്ട്? ഒരുപക്ഷെ നമ്മൾ ഇന്ത്യയിൽ നമ്മുടെ പ്രധാനമന്ത്രി മോഡി ആയിരിക്കും, പക്ഷേ ഇവിടുത്തെ പ്രസിഡൻറ്റ് ട്രംപ് ആയിരിക്കും. പക്ഷേ നമ്മുടെ കിങ് രാജാവ്, നമ്മുടെ കിങ് യേശുവാണ്. ഹല്ലേലൂയ. ഈസ് എ കിങ് ഓഫ് കിങ്. കാരണം ദൈവരാജ്യത്തിനുള്ളിൽ നമ്മളായിരിക്കുന്നത്. അപ്പോൾ എന്നെ ലോകത്തിൽ നിന്ന് ദൈവം വിളിച്ചിട്ട് ലോകരാജ്യത്തിൽ നിന്ന് എന്നെ വിളിച്ച് ദൈവരാജ്യത്തിലാക്കി വെച്ചിരിക്കുക. അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ രാജാവെന്ന് പറഞ്ഞാൽ കിങ്ങാ. ആരാ? അത് യേശുവാണ്. ആ യേശു പറയുന്നത് നമ്മൾ കേൾക്കുവാൻ റെഡിയായി നിൽക്കണം. എത്ര പേര് അനുസരിക്കുന്നുണ്ട് യേശു പറയുന്നത്? കിങ് പറയുന്നത് അനുസരിക്കാൻ നിൽക്കുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ. അപ്പോൾ ലോകത്തിലെ ആൾക്കാർ പറയുന്നതും നമ്മുടെ രാജാവ് പറയുന്നതും രണ്ടുകൂടെ നമുക്ക് ഒന്നിച്ചു കൊണ്ടുപോകാൻ പറ്റത്തില്ല. നമ്മൾ ലോകത്തിൽ ജീവിക്കുന്നു, ഓക്കെ, ലോകത്തിലെ നിയമങ്ങൾ പാലിക്കണം, ലോകത്തിലെ ആൾക്കാർ അല്ലെങ്കിൽ വ്യവസ്ഥകളെല്ലാം പാലിച്ച് മുന്നോട്ട് പോയാൽ പറ്റത്തില്ല. അത് ദൈവത്തിൻ്റെ വചനത്തിലുള്ളതാണ്. പക്ഷേ അതിനപ്പുറമായിട്ട് ദൈവം പറയുന്നത് പോലെ ചെയ്യുവാൻ നമ്മൾ റെഡിയായി നിൽക്കണം. അല്ലെങ്കിൽ നമ്മളതിൽ പ്രാധാന്യം കൊടുത്തേ മതിയാവുള്ളൂ. അതുകൊണ്ട് യേശു പറഞ്ഞു, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറഞ്ഞു, വെള്ളത്താലും ആത്മാവിലും ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയില്ല. അപ്പോൾ ദൈവരാജ്യത്തിൽ കടപ്പാൻ ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ അതാണ്. ആത്മാവിൽ ജനിക്കണം. നമ്മൾ ആത്മാവിൽ ജനിക്കണം, ആത്മാവിൽ നടക്കണം. ആത്മാവിൽ നടന്നെങ്കിൽ മാത്രമേ ദൈവരാജ്യത്തിൽ നടക്കുക എന്ന് പറയുന്നത്. ദൈവമക്കളെന്ന് പറയുന്നത് എങ്ങനെയാണ്? ആത്മാവിൽ നടക്കുന്നവർക്ക് ദൈവമക്കളെന്ന് പറയുന്നത്. നമ്മൾ കുടിക്കുന്നതും നമ്മൾ കിടക്കുന്നതും നമ്മൾ ഇരിക്കുന്നതും എല്ലാം ആത്മാവിൻ്റെ ഗൈഡൻസിലാണ്. ദൈവവചനത്തിൻ്റെ വ്യവസ്ഥ പ്രകാരമായിരിക്കണം മുന്നോട്ട് പോകണം. എങ്കിൽ മാത്രമേ നമുക്ക് ദൈവമക്കളെന്ന് പറയാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ദൈവമക്കളെന്ന് പറയാൻ പറ്റത്തില്ല. എപ്പോൾ നമ്മൾ എഴുന്നേൽക്കണം, എപ്പോൾ നമ്മൾ ഉറങ്ങണം, എപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം, എന്തെല്ലാം നമ്മുടെ ജീവിതത്തിൽ A to Z എങ്ങനെ പ്ലാൻ ചെയ്യണം, എല്ലാം ദൈവാത്മാവ് പ്ലാൻ ചെയ്യേണ്ടത്. എത്ര പേർക്ക് മനസ്സിലായി? എൻ്റെ മോൾ എപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട്, പാപ്പ ഇതെങ്ങനെ എല്ലാവരും മാനേജ് ചെയ്യും, എല്ലാവരും എങ്ങനെ മാനേജ് ചെയ്യും? ഞാൻ പറഞ്ഞത് ഞാനല്ലല്ലോ മാനേജ് ചെയ്യുന്നത്, പിന്നെ ആരാ? ദൈവാത്മാവ് മാനേജ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞത് രാവിലെ 5 മണിക്ക് എഴുന്നേറ്റു, ഞാൻ 10 മണിക്കൂർ 12 മണിക്കൂർ ജോലി ചെയ്യുന്ന ആളാണ്. അതിനുശേഷം ഞാൻ പ്രാർത്ഥിക്കും, മിനിസ്റ്റർ ചെയ്യും, ഫാമിലി നോക്കും, ഇതെല്ലാം ഇതിനകത്തുള്ളതാണ്. പക്ഷെ ഇതെങ്ങനെ മാനേജ് ചെയ്യും? ദൈവാത്മാവ് മാനേജ് ചെയ്യും. രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് കിടന്നു, പിന്നെ രാവിലെ ഒരു മിനിസ്ട്രി ഉണ്ടായിരുന്നു, ഉപവാസ പ്രാർത്ഥന ഉണ്ടായിരുന്നു, ആൾക്കാരുണ്ടായിരുന്നു, പ്രാർത്ഥിക്കാനുണ്ടായിരുന്നതിന് ശേഷം അല്പം ഒന്ന് വെളിയിൽ പോകണ്ടാണ്ട് തിരിച്ചു വന്ന് വീണ്ടും പ്രാർത്ഥിക്കായിരുന്നു, വീണ്ടും നിങ്ങളുടെ മിനിസ്ട്രി ജോയിൻ ചെയ്തു. ഇനി രാത്രിയിൽ വീണ്ടും പ്രാർത്ഥിക്കാനിരിക്കണം, വീണ്ടും 1 മണിക്ക് എനിക്ക് എഴുന്നേൽക്കണം, 3 മണിക്ക് എനിക്ക് വീണ്ടും ജോലിക്ക് പോകണം, വെളുപ്പിനെ 3 മണിക്ക് വീണ്ടും 12 മണിക്കൂർ ജോലി ചെയ്യണം. ഹല്ലേലൂയ. അപ്പോൾ ഇതെങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും?
ഇത് ദൈവാത്മാവ് മാനേജ് ചെയ്യുന്നത്. പരിശുദ്ധാത്മാവ് മാനേജ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ദൈവരാജ്യത്തിന് പ്രയോജനപ്പെടുന്ന എങ്ങനെയാണെന്നറിയാം, ഹാർഡ് വർക്ക് ചെയ്യണം നമ്മൾ. മടിയന്മാർക്ക് ദൈവത്തിന് വേണ്ട കേട്ടോ, ഉള്ള കാര്യം പറഞ്ഞു. നിങ്ങൾ പ്രാർത്ഥനയിൽ മടി കാണിച്ചാൽ ദൈവത്തിന് നിങ്ങളെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ പ്രാർത്ഥനയിൽ മടി കാണിക്കരുത്, ദൈവവേല നിങ്ങൾ മടി കാണിക്കരുത്. ദൈവം പറയുന്നത് അനുസരിക്കാൻ നിങ്ങൾ തയ്യാറാകണം. നിങ്ങൾ ജോലിയിൽ മടി കാണിക്കരുത്. നിങ്ങൾ എന്ത് ചെയ്താലും ആത്മാർത്ഥതയോടെ പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾ ജോലി ചെയ്യണം. നിങ്ങളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന സ്ഥാനത്ത് നിങ്ങൾ പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ബലത്തോടു കൂടി ചെയ്യണം. ഹല്ലേലൂയ. എങ്കിലും ദൈവത്തിൻ്റെ നാമം അവിടെ മഹത്വപ്പെടുവാൻ പറ്റത്തുള്ളൂ. താങ്ക് യു ജീസസ്, പ്രൈസ് ഗോഡ്. ദിവസങ്ങൾ എനിക്ക് ഒരു കർത്താവിൻ്റെ ദാസനെ കിട്ടുന്നുണ്ട്, പാസ്റ്റർ മാത്യൂസിനെ കിട്ടുന്നുണ്ട്. അദ്ദേഹമായിട്ട് ഞങ്ങൾ വെളുപ്പിനെ ഒരു സ്വല്പസമയം പ്രാർത്ഥിക്കുക എല്ലാ ദിവസവും. ഞാൻ യാത്രയിലാണ് അദ്ദേഹമായിട്ട് പ്രാർത്ഥിക്കുക. വെളുപ്പിനെ 3 മണി 4 മണിക്ക് അദ്ദേഹമായിട്ട് പ്രാർത്ഥിക്കുവാനിടയും ഞങ്ങൾ ഒന്നിച്ച് ഐക്യത്തോടെ പ്രാർത്ഥിക്കുവാനിടയും. അതെൻ്റെ ജീവിതത്തിലെ അനുഗ്രഹമാണ്. അങ്ങനെ ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്ന പ്രാർത്ഥന, എപ്പോഴും ആഗ്രഹിക്കുന്നത് നമ്മളെ ദൈവമായിട്ടുള്ള വർഷിപ്പ്, നമ്മളെപ്പോഴും കർത്താവിൻ്റെ ദൈവവചനമായിട്ട് മുന്നോട്ട് പോകുക. ദൈവരാജ്യത്തിൽ ഞാൻ ഓഫീസിൽ ചെന്നിരുന്നാൽ ഒരുപാട് ടേബിളുകൾ കിടപ്പുണ്ട്, ആൾക്കാർക്ക് ഇരിക്കുവാൻ, കോഫി കുടിക്കുവാൻ, കോഫി ടേബിളുകളൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ അവിടെ ആയിട്ട് എല്ലാവരും ഹായ് പറയും, എല്ലാവരോടും സംസാരിക്കും, എന്നാണ്ട് വിശേഷം, ഹായ്, സുഖമാണ്, ഓക്കെ. എന്നിട്ട് ഞാനൊരു ടേബിളിൽ മാറിയിരുന്നിട്ട് ദൈവവചനെടുത്ത് വായിച്ചുകൊണ്ടിരിക്കും. ഒരു കോഫി എടുത്ത് മുന്നിൽ വെക്കും, ദൈവവചനെടുത്ത് വായിച്ചുകൊണ്ടിരിക്കും. പ്രൈസ് ഗോഡ്. നമുക്ക് എത്ര വചനം വായിക്കാൻ പറ്റും? ഏറ്റവും കുറഞ്ഞൊരു 3-4 അധ്യായമെങ്കിലും ജോലിക്ക് കയറുന്നതിന് മുന്നേ വായിക്കാൻ പറ്റും. ജോലിക്ക് പ്രവേശിക്കുന്നതിന് മുന്നേ എങ്ങനെയും ഒരു 2 അധ്യായം വായിക്കാൻ പറ്റും. കിടക്കുന്നതിന് മുന്നേ എങ്ങനെയും 2 അധ്യായം വായിക്കാൻ പറ്റും. നിങ്ങൾ ഉച്ചയ്ക്ക് ഇവിടെ വന്നിരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ ഒരു 2 അധ്യായം വചനം വായിക്കാൻ പറ്റും. ഏറ്റവും കുറഞ്ഞൊരു 4 അധ്യായം ബൈബിൾ നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. എത്ര വിശ്വാസികളുണ്ട് ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം പോലും ഫുൾ വചനം വായിക്കാത്ത എത്ര വിശ്വാസികൾ ഇതിനകത്തുണ്ട്? ഞാൻ കരം പൊക്കാൻ പറയുന്നില്ല. ഹല്ലേലൂയ. അവരെ നമുക്ക് കർത്താവിൻ്റെ മുന്നിൽ നിർത്താൻ പറ്റത്തില്ല. കർത്താവ് പറയും ഷെയ്ം ഓൺ യു എന്ന് പറയത്തുള്ളൂ. ഷെയ്ം ഓൺ യു, നിങ്ങൾ നാണം കെട്ടവരെന്നേ പറയത്തുള്ളൂ. കാരണം ഇത്രയും നല്ല ദൈവവചനം തന്നിട്ട് ദൈവം അതിൻ്റെ അർത്ഥം മുഴുവൻ എഴുതി തന്നിട്ട് നിങ്ങൾക്ക് ഒരു പ്രാവശ്യം പോലും അത് ഫുള്ളായിട്ട് വായിക്കാൻ നിങ്ങൾക്ക് പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എവിടുത്തെ ദൈവദാസന്മാരാണ്? ഹല്ലേലൂയ. 350 മെമ്പേഴ്സുള്ള ഒരു പാസ്റ്റർ വന്നിട്ട് പറഞ്ഞു, ഞാൻ ഒരു പ്രാവശ്യം പോലെ ദൈവവചനം ഫുള്ള് വായിച്ചില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, എങ്ങനെ പ്രസംഗിക്കും നിങ്ങൾ? അത് അവിടെ നിന്നൊക്കെ എടുത്ത് ഞങ്ങൾ കോട്ട് ചെയ്ത് പ്രസംഗിക്കണോ? പിശാച് തകർത്ത് കളയും നമ്മളെ. ദൈവവചനം നമ്മുടെ ജീവിതത്തിലെങ്കിൽ പിശാച് തകർത്തുള്ളൂ. നമ്മളെ ദൈവരാജ്യത്തിലല്ല, ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളെ ദൈവം നിർത്തുന്നത്. ഹല്ലേലൂയ. ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നിർത്തുന്നത്. പ്രൈസ് ഗോഡ്. അപ്പോൾ വെള്ളത്താലും ആത്മാവിലും നമ്മളെന്താണ് കഴിവുകൾ പ്രാപിക്കണം. ഈ എസെക്കിയേൽ പ്രവചനമൊക്കെ നമ്മൾ കാണുമ്പോൾ അറിയാം, അല്ല ജൂഷിൻ്റെ ഒരു കൺസെപ്റ്റാണ്. 36-25 വായിക്കുമ്പോൾ അറിയാം, ഐ വിൽ സ്പ്രിങ്കിൾ ക്ലീൻ വാട്ടർ ഓൺ യു ആൻഡ് യു വിൽ ബി ക്ലീൻ. ഐ വിൽ ക്ലെൻസ് യു ഫ്രം ഓൾ യുവർ impurities and from all your idols. ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും, നിങ്ങൾ നിർമ്മലരായിത്തീരും. ഞാൻ നിങ്ങളുടെ സകല മലിനതയും സകല വിഗ്രഹങ്ങളെയും നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കും. അപ്പം ആ പരിശുദ്ധാത്മാവിൻ്റെ ആ നിർമ്മലത, പരിശുദ്ധാത്മാവിൻ്റെ ആ വെള്ളം, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം, ദൈവവചനം നമ്മൾ വന്നെങ്കിലേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിലെ ബിംബങ്ങൾ മാറത്തുള്ളൂ. നമുക്ക് ഓരോരുത്തർക്കും ഓരോ ബിംബങ്ങളുണ്ട്, നമുക്ക് ഓരോരുത്തർക്കും ഓരോ വിഗ്രഹങ്ങളുണ്ട്. ആ വിഗ്രഹങ്ങൾ മാറണമെങ്കിൽ ദൈവവചനവും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം വരണം, എങ്കിൽ മാത്രമേ മാറത്തുള്ളൂ. ഈ ഉള്ളിൽ യേശു വന്നിരിക്കുകയാണ്. യേശു ആഗ്രഹിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ഇവൻ എന്നെ പോലെ ആയിത്തീരണം. എൻ്റെ ഒരു ഇമേജ് ഇവൻ ഉണ്ടാക്കിയെടുക്കണം. നമ്മളെന്തിന് ജനിച്ചത്? ഞാൻ നിങ്ങളോട് ചോദിക്കും, നമ്മളെന്തിന് ജനിച്ചത് എന്തിനാണ്? ഒരു കുടുംബജീവൻ നയിക്കാൻ വേണ്ടിയാണോ? കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടിയാണോ? അല്ല, നമ്മൾ ജനിച്ചത് യേശുവിനെ അറിയാൻ വേണ്ടിയാണ്. യേശുവിനെ അറിയാതെ നമ്മൾ ജനിച്ചതിന് ഉദ്ദേശമില്ല. ദൈവം ജനിപ്പിച്ചത് യേശുവിനെ അറിയാൻ വേണ്ടിയാണ്. അങ്ങനെയാണെങ്കിൽ യേശു നമ്മുടെ ഉള്ളിൽ വന്നത് യേശുവിനെ പോലെ ആയിത്തീരാൻ വേണ്ടിയാണ്. യേശുവിനെ പോലെ ആയിത്തീരാൻ വേണ്ടി യേശു നമ്മുടെ ഉള്ളിൽ വന്നിരിക്കുന്നത്. അപ്പോൾ എത്രയും വേഗം നമ്മൾ കർത്താവിനോട് പറയണം, കർത്താവേ നീ എൻ്റെ ഉള്ളിൽ വന്നിരിക്കുന്ന നിന്നെ പോലെ ആയിത്തീരാൻ വേണ്ടിയാണ്. ഞാൻ ഇന്ന് ലോകം മുഴുവന് എങ്ങനെയാണ് വ്യത്യാസമായിരിക്കും, വിശ്വാസികൾക്ക് വ്യത്യാസമായി, അവർ മറ്റുള്ളവരെ പോലെ ആയിത്തീരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കണോ? നമ്മൾ യേശുവിനെ പോലെ ആയിത്തീരണം. ശുദ്ധീകരണത്തിൻ്റെ ഒരു പ്രതീകമായി തീരണം.
അപ്പോൾ ഈ കഴുകൽ എന്ന യഹൂദൻ്റെ ആശയത്തെ സൂചിപ്പിക്കുന്ന ഭാഗങ്ങളാണ് എസെക്കിയേലൊക്കെ നമ്മൾ വായിക്കുന്നത്. 36-ാം അധ്യായം 25-ാം വാക്യങ്ങളൊക്കെ വായിക്കുന്നത്. അവർ കഴുകുവാൻ. യോഹന്നാൻ 4-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യത്തിലൊക്കെ യേശു ആ ശമരിയക്കാരോട് പറയുന്നതോടൊക്കെ അങ്ങനെയാണ്, നിനക്ക് ജീവനുള്ള വെള്ളം നൽകാൻ കഴിയുമെന്നാണ് യേശു പറയുന്നത്. ജീവനുള്ള വെള്ളം. അവിടെ വെള്ളം കോരി അവളുടെ ജീവിതം മടുത്തു. ജീവിതം മടുത്തു. എന്നാൽ യേശു പറയുന്നത് എന്താണ്? ജീവനുള്ള വെള്ളം തരാൻ എനിക്ക് പറ്റും. നമ്മുടെ പിതാവായ യാക്കോബിനേക്കാൾ നീ വലിയവനാണ് നമ്മൾ ചോദിക്കുന്നത്. അവനാണ് ഞങ്ങൾക്ക് കിണർ ഞങ്ങൾക്ക് തന്നത്. അവനും അവൻ്റെ മക്കൾക്കും മൃഗങ്ങൾക്കും ഇതിലെ വെള്ളം കുടിച്ചു പോകുന്നു എന്ന് ആ സ്ത്രീ പറയുമ്പോൾ, ശമര്യക്കാരി സ്ത്രീ പറയുമ്പോൾ കർത്താവ് പറഞ്ഞെന്താണ്? ഹല്ലേലൂയ. ശമര്യക്കാരി സ്ത്രീ കിണറ്റിൽ നിന്ന് വെള്ളം എടുക്കുവാൻ വന്നതിന് വിപരീതമായിരുന്നു കർത്താവ് ഇവിടെ പറയുന്നത്. പ്രൈസ് ഗോഡ്. അപ്പം ഈ ഭൗതിക ജലം തീർന്നു പോകും. കൂടുതൽ വെള്ളം ലഭിക്കാൻ അവൾ നിരന്തരം തിരികെ വരേണ്ടി വരും, അല്ലേ? കാരണം അവിടെ വീട്ടിലെ വെള്ളം തീരുമ്പോൾ അവൾ വീണ്ടും മടങ്ങി വരേണ്ടതായിട്ട് വരും. എന്നാൽ കർത്താവിൻ്റെ അരികെ വരുമ്പോഴാണ് ബട്ട് ജീസസ് ഓഫേർഡ് തന്നെ വുമൺ വാട്ടർ. അവൾക്ക് എന്താണ്? ഒരിക്കലും തീരാത്ത വെള്ളം. യോഹന്നാൻ 4:14 വായിക്കുന്നത് എന്താണ്? എന്നാൽ യേശു ആ സ്ത്രീയോട് ഒരിക്കലും വറ്റിപ്പോകാത്ത വെള്ളം നൽകി. അപ്പോൾ ഒരിക്കലും വറ്റിപ്പോകാത്ത വെള്ളം. അപ്പം വിശ്വാസിയായ നമ്മുടെ ഉള്ളിൽ ദൈവം തന്നിരിക്കുന്ന പരിശുദ്ധാത്മാ, ദൈവം തന്നിരിക്കുന്ന ആത്മാവ്, ദൈവം തന്നിരിക്കുന്ന വെള്ളം എന്താണ്? നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായിട്ട് ഒരിക്കലും വറ്റിപ്പോകാത്തൊരു നീരുറവയാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഒരിക്കലും വറ്റിപ്പോകാത്ത ഒരു നീരുറവ നമുക്ക് തന്നിരിക്കുക. യോഹന്നാൻ 4:14 വെച്ച് നമ്മൾ നോക്കുമ്പോൾ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നോക്കിയാൽ യോഹന്നാൻ 7 കൂടാര പെരുന്നാളിൽ അഥവാ യേശുവും യെരുശലേമിലായിരുന്നു ആ സമയത്ത്. അന്ന് എന്താ സംഭവിച്ചെന്ന് നമ്മൾ നോക്കുമ്പോൾ അവിടെ യോഹന്നാൻ ഇത് പറയുന്നുണ്ട്. ഈ ഉത്സവത്തിൻ്റെ അവസാനത്തെ ഏറ്റവും മഹത്തരമായ ദിവസത്തിൽ യേശു നിന്നുകൊണ്ട് ഉച്ചത്തെ വിളിച്ച് പറയുക, ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. ദാഹം വേണം നമുക്ക്, എപ്പോഴും ഒരു ദാഹം, സ്പിരിച്വൽ ദാഹം. അപ്പോൾ തന്നിൽ വിശ്വസിക്കുന്നവർ പിന്നീട് സ്വീകരിക്കാനിരിക്കുന്ന ആത്മാവിനെ കുറിച്ചാണ് യേശു ഉദ്ദേശിച്ചത്. അവിടെ അറിയാൻ പറ്റുമത്. നമുക്കറിയാം യേശു അതുവരെ മഹത്വീകരിക്കപ്പെട്ടിട്ടില്ലായിരുന്നു. അതുവരെ ആത്മാവിനെ നമുക്ക് നൽകിയിട്ടില്ലായിരുന്നു. അതിനുശേഷം ആത്മാവ് ഭൂമി വരുന്നത്. അപ്പോൾ അന്നാ പെരുന്നാളിൽ യേശു ജീവജലത്തിൻ്റെ ഉറവയായി തന്നെത്താൻ സമർപ്പിക്കുക. ജീവജലത്തിൻ്റെ ഉറവ നിന്ന് വിളിച്ച് പറയുകയാണ്, ദാഹിക്കുന്നവൻ ഏവനെൻ്റെ അരികെ വരട്ടെ. എന്നാൽ യെശയ്യാപ്രവചനം 12-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം കർത്താവ് അവിടെ നിവൃത്തീകരിക്കുകയായിരുന്നു. അവിടെ നിങ്ങൾ പിന്നെ വായിച്ചാൽ മതി, 3-ാം വാക്യം വായിച്ചാൽ മതി. കർത്താവ് അവിടെ നിവൃത്തീകരിക്കുന്നു. അവിടെ ഈ 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ 4-ാം വാക്യത്തിൽ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, രക്ഷയുടെ ഉറവകളിൽ നിന്ന് നിങ്ങൾ സന്തോഷത്തോടെ വെള്ളം കോരും. മരുഭൂമിയിലെ ജലദായകനായ പാറയിൽ തന്നെത്താൻ ചൂണ്ടിക്കാണിക്കുന്നു. അവിടെ കോരിന്ത്യർ എഴുതിയിരിക്കണം. അപ്പോൾ ആർക്കും യേശുവിൻ്റെ അടുക്കൽ വന്ന് പരിശുദ്ധാത്മാവിനെയും അവൻ അല്ലെങ്കിൽ യേശു തരുന്ന അനന്തമായ ജീവിതത്തെയും ആ നിത്യതയും സ്വീകരിക്കാൻ കഴിയും. നമുക്കെന്താണ്? ദാഹം വേണം. പരിശുദ്ധാത്മാവിനെ ദാഹിച്ചാൽ ഇഷ്ടംപോലെ നമുക്ക് തരും. അനന്തമായ നിത്യത നമ്മൾ ദാഹിച്ചാൽ കർത്താവ് നിത്യത തരും. ഈ ലോകത്തിൽ എന്തെങ്കിലും നമ്മൾ ആവശ്യപ്പെട്ട ദൈവം നമുക്കതും തരും. പക്ഷേ നിത്യതയായിരിക്കണം നമ്മുടെ മുറ്റിൽ ഏറ്റവും മുന്നിൽ നിൽക്കേണ്ടത്. എന്നും നമ്മൾ യാചിക്കേണ്ട ഒരു വിഷയം എന്നറിയാം, എന്നും നമ്മൾ ചോദിക്കേണ്ട വിഷയമാണ് നിത്യത. കർത്താവിൻ്റെ നിത്യത ഉറപ്പായിരിക്കണം. കർത്താവ് എന്ന് രാത്രി കിടക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട എന്താണെന്നറിയാം, കർത്താവ് ഇന്ന് രാത്രി കാഹളം മുഴങ്ങിയാൽ എന്നെ കൊണ്ടുപോകണം, ഇന്ന് രാത്രി ഞാൻ മരിച്ചാൽ എന്നെ കൊണ്ടുപോകണം. നിത്യത നമ്മൾ ഉറപ്പിക്കണം എപ്പോഴും. എന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ നിത്യത ഉറപ്പിച്ചിരിക്കുക. എന്നും നിങ്ങൾ പകൽക്കാലം നിങ്ങൾ ജോലിയുടെ തിരക്കായിരിക്കും, പല വിഷയങ്ങളായിരിക്കും, പക്ഷേ നിത്യത ഉറപ്പിച്ചിരിക്കണം. ഹല്ലേലൂയ. നിത്യതയില്ലാതെ
അപ്പോൾ കൂടാരപ്പെരുന്നാളിൽ നടത്തിയിരുന്നൊരു ചടങ്ങ് അത് വെള്ളവുമായി ബന്ധപ്പെട്ടതായിരുന്നു. ഹിസ്റ്ററി ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അതായത് എല്ലാ ദിവസവും രാവിലെ 7 ദിവസത്തേക്ക്, അതായത് 7 ദിവസത്തേക്ക് എല്ലാ ദിവസവും രാവിലെ ഒരു പുരോഹിതൻ ആലയത്തിൽ നിന്ന് എടുത്തുള്ള അല്ലെങ്കിൽ ആലയത്തിൽ നിന്ന് അടുത്തുള്ള ശിലോഹം കുളത്തിലേക്ക് സംഗീതത്തോടുകൂടെ ഒരു ഘോഷയാത്ര നടത്തും. അപ്പോൾ ഈ പുരോഹിതൻ്റെ കയ്യിൽ എന്തുണ്ട്? ഒരു സ്വർണ്ണപാത്രം ഉണ്ടായിരിക്കും. ഈ സ്വർണ്ണപാത്രം നിറച്ച് വെള്ളമായിരിക്കും. അപ്പോൾ ഈ വെള്ളമായിട്ട് അദ്ദേഹം വരും. ആളുകൾ ഇത് കണ്ട് സന്തോഷിക്കും. ഇത് കൊണ്ടുവരുന്നതിനാണ് എന്തിനാണ്? യാഗപീഠത്തിൽ ഒഴിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ യാഗപീഠത്തെ പുരോഹിതന് വെള്ളമൊഴിച്ചിട്ട് മടങ്ങിപ്പോവും. എന്നാൽ ഇതിൻ്റെ പുറകെ തന്നെ മറ്റൊരു പുരോഹിതൻ വരും. യാഗപീഠത്തിൻ്റെ മറുവശത്ത് വീഞ്ഞിൻ്റെ പാനയാഗം കഴിക്കും. വീഞ്ഞിൻ്റെ പാനയാഗം അദ്ദേഹം വരുന്ന വീഞ്ഞിൻ്റെ പാത്രമായിട്ടാണ്, സ്വർണ്ണപാത്രത്തിൽ. അങ്ങനെ അദ്ദേഹം വീഞ്ഞൊഴിക്കും. അപ്പം അവിടെ നിൽക്കുന്ന ജനങ്ങളെല്ലാം 113 സങ്കീർത്തനങ്ങളെ 112 സങ്കീർത്തനങ്ങളെല്ലാം പാടി കർത്താവിനെ സ്തുതിക്കാനിടയും ആരാധിക്കാനിടയും. അപ്പോൾ ഇതിങ്ങനെ എല്ലാ ദിവസവും ചെയ്യും. 1-ാം ദിവസം, 2-ാം ദിവസം, 3-ാം ദിവസം, 4-ാം ദിവസം, 5-ാം ദിവസം, 6-ാം ദിവസം, 7-ാം ദിവസം ഇങ്ങനെ ചെയ്യും. 7 ദിവസം തന്നെ ചെയ്യും. 8-ാമത്തെ ദിവസം ഈ പുരോഹിതൻ വരുന്ന വെള്ളമില്ലാതെ വരുന്നത്. ഈ 2 പുരോഹിതന്മാർ വരുന്നത്, ഒരാൾ വരുന്ന വെള്ളമില്ലാതെ വരും, ഒരാൾ വരുന്ന വീഞ്ഞില്ലാതെ വരും. ഇവർ വന്നിട്ട് അതുപോലെ മടങ്ങിപ്പോകും. അതാണ് 8-ാമത്തെ ദിവസം എന്താണ്? ഇവരിത് ആവർത്തിക്കുന്നില്ല, ഈ ചടങ്ങ് ആവർത്തിക്കുന്നില്ല. ഈ സമയത്താണ് കർത്താവ് അവിടെ നിൽക്കുന്നത്. 8-ാമത്തെ ദിവസം കർത്താവ് അവിടെ നിൽക്കുന്നത്. അതായത് വെള്ളമില്ലാത്ത ഒരു ദിവസം യേശു ദേവാലയത്തിൽ എഴുന്നേറ്റ് നിന്ന് താൻ തന്നെയാണ് ജീവജലത്തിൻ്റെ ഉറവിടമെന്ന് വിളിച്ചു പറയുക. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. ഇവർ കൊണ്ടുവരുന്ന ഒരു പാത്രത്തിലെ വെള്ളം പോരാ ഇത്രയും ജനത്തെ നിറയ്ക്കുവാൻ. 7 ദിവസം കൊണ്ട് ഇവർ സാക്രിഫൈസ് ചെയ്യാം. പക്ഷേ 7 ദിവസം കൊണ്ട് എന്താണ് ഇവർ ബലിപീഠത്തിൽ ഒഴിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ കർത്താവ് പറയുകയാണ്, ശരിക്കുള്ള നീരോറവിടെ ഇവിടെ നിൽക്കുക. 8-ാം ദിവസം നിൽക്കുക. കർത്താവ് വിളിച്ച് പറയുകയാണ്, ദാഹിക്കുന്നവൻ എന്നിലേക്ക് വാ, ഞാൻ നിങ്ങൾക്ക് തരാം. അപ്പോൾ പരിശുദ്ധാത്മാവിനെയും നിത്യജീവനെയും പ്രതിദാനം ചെയ്യുന്ന ജലം, അതിൻ്റെ അഭാവത്തിൽ ആശ്രയമാണ് തെളിയിക്കുന്ന മശിഹ അവിടെ നിൽക്കുക. 8-ാം ദിവസം അവിടെ നിൽക്കുകയാണ്. അപ്പം വിശ്വാസത്തോടെ യേശുവിൻ്റെ അടുക്കൽ വരിക എന്നത് മാത്രമാണ് വേണ്ടിയിരുന്നത്. എന്നാൽ യഹൂദ ജനത്തിന് അത് മനസ്സിലായില്ല. എന്നാൽ പാപങ്ങളായ നമുക്കത് മനസ്സിലാകുവാനിടയായി. ദൈവത്തിൻ്റെ സമയമായപ്പോൾ ദൈവം നമ്മളെ ആകർഷിക്കുവാനിടയായി. ദൈവം നമ്മളെ മേൽ അവൻ്റെ ആത്മാവിനെ പകരുവാനിടയായി. അപ്പോൾ ഈ വിശ്വാസിയുടെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ നദികൾ ഒഴുകുമെന്ന് അവിടെ യേശു കൂട്ടിച്ചേർക്കുന്നു. അപ്പോൾ യേശുവിനെ വിശ്വസിക്കുന്ന, യേശുവിനെ സ്വീകരിക്കുന്ന അവരുടെ ഉള്ളിൽ നിന്നാണ് ജീവജല നദികൾ ഒഴുകുന്നത്. ദൈവം തന്നിരിക്കുന്ന ഭാഗ്യം ഓർത്ത് നോക്കിയേ. യഹൂദന്മാർക്ക് ലഭിക്കാത്ത ഭാഗ്യം യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായം 38-ാം വാക്യത്തിലൂടെ നമ്മൾ നോക്കുമ്പോൾ, അതുപോലെ യെശയ്യാപ്രവചനത്തിൻ്റെ 58:11 അത് ദൈവം നമുക്ക് വാഗ്ദത്തമായി തന്നിരിക്കുകയാണ്. ഓ താങ്ക് യു ജീസസ്. ഒത്തിരി വായിച്ചു നോക്കി. എക്സോഡസ് 17:1, സാംസ് 78:15, അതല്ല യെശയ്യാ 12:3, ഇതെല്ലാം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും കർത്താവ് നമുക്ക് നമ്മുടെ ഉള്ളിൽ തരുവാനിടയായി. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വാഗ്ദത്തമായിരുന്നത് ജീവജലത്തിൻ്റെ നദികൾ വിശ്വാസികളിൽ നിന്ന് ഒഴുകുമെന്ന് കർത്താവ് പ്രസ്താവിക്കുകയായിരുന്നു. ഹല്ലേലൂയ. അപ്പോൾ തിരുവഴുത്തിലൂടെ, ബൈബിളിലൂടെ പല സൂചനകളും പ്രവചനങ്ങളിലൂടെ അത് ഒരു നിവൃത്തീകരണമായിട്ട് യേശു വിളിച്ചു പറയുകയാണ്. ആ നിവൃത്തീകരണം കർത്താവ് ചെയ്യുവാനിടയായി. താങ്ക് യു ജീസസ്. നന്ദി കർത്താവേ, നന്ദി. ഹല്ലേലൂയ. ഓ റാസി. അപ്പോൾ അവൻ ജീവദാതാവായതിനാൽ അവനിൽ വിശ്വസിക്കുന്നവർക്ക് അവരുടെ ഉള്ളിൽ നിത്യജീവനുണ്ടായിരിക്കും. അതുകൊണ്ട് ബാഹ്യ സ്രോതസ്സുകളിൽ നിന്ന് നമുക്കൊരു നിത്യജീവൻ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. യേശു നമുക്ക് വേണ്ടിയുണ്ട്. റോമാലേഖനം നമ്മൾ വായിക്കുമ്പോൾ ദൈവം ഓരോ വിശ്വാസിയുടെ ഉള്ളിൽ തന്നെ ആത്മാവിനെ നിക്ഷേപിച്ചിരിക്കുക. റോമാലേഖനം 8-ാം അധ്യായം 9-ാം വാക്യം നിക്ഷേപിച്ചു വച്ചിരിക്കുകയാണ്.
നമ്മുടെ ഉള്ളിൽ നിക്ഷേപിച്ചിരിക്കുകയാണ് ആത്മാവിനെ. ഓരോ വിശ്വാസിക്കും നിത്യജീവനും, യോഹന്നാൻ 6:40 ഉള്ളിൽ ജീവൻ്റെ വെളിച്ചവും പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വെച്ചിരിക്കുകയാണ്. താങ്ക് യു ജീസസ്. ജീവൻ്റെ വെളിച്ചം വെച്ചിരിക്കുകയാണ്. പക്ഷെ അതിനെ നമ്മളെന്താണ് പുറത്തു കൊണ്ടുവരണം. റിവേഴ്സിനെ നമ്മൾ വെളിയിൽ കൊണ്ടുവരണം. എങ്ങനെയാണ്? ദൈവമായിട്ട്, ദൈവസാന്നിധ്യം നമ്മൾ എടുക്കണം. നമ്മളെ അത് കണക്ട് ചെയ്യണം, നമ്മളത് നിറയ്ക്കണം, നിറഞ്ഞ് കവിയണം, നമ്മളിവിടെ നിറഞ്ഞ് കവിയണം. എങ്ങനെയാണ്? ദൈവസാന്നിധ്യം നമ്മളെപ്പോഴും കൊണ്ടുവരണം, നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. അതിനാണ് ഞാൻ പറഞ്ഞത് വചന ധ്യാനം, പ്രാർത്ഥന, ഉപവാസം, അതുപോലെ എന്താണ് വർഷിപ്പ്. അതുപോലെ നിങ്ങൾ വേൾഡ് മുഴുവൻ കട്ട് ചെയ്യണം, നിങ്ങളുടെ ലോകത്തിൻ്റെതായ എല്ലാം കട്ട് ചെയ്യണം. നിങ്ങൾ സമയം വേസ്റ്റ് ആക്കരുത്. നിങ്ങൾ ന്യൂസ് പേപ്പർ വായിച്ച് സമയം വേസ്റ്റ് ആക്കരുത്. കണ്ട വാർത്തകൾ കണ്ട് സമയം വേസ്റ്റ് ആക്കരുത്. കണ്ട ഫേസ്ബുക്കിലും വാട്സപ്പിലും ഗ്രൂപ്പിലും കയറി സമയം വേസ്റ്റ് ആക്കരുത്. ആ സമയത്ത് നിങ്ങൾ ദൈവസന്നിധിയിലിരുന്ന് ദൈവത്തോടടുക്കുമ്പോഴത്തേക്ക് നിങ്ങളിൽ കിടക്കുന്ന ആ നീരുറവ പയ്യെ വെളിവരാൻ തുടങ്ങും. ഹല്ലേലൂയ. നിങ്ങൾ ഹൃദയത്തിൽ കിടക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തി സാന്നിധ്യം വല്ല വെളിവരാൻ തുടങ്ങും. നിങ്ങളിലുള്ള നദികൾ പയ്യെ നിങ്ങളിലൂടെ പയ്യെ വെളിവരാൻ തുടങ്ങും. സ്തോത്രം. താങ്ക് യു ജീസസ്. ഈ നദികൾ പൊട്ടിപ്പുറപ്പെടുമ്പോഴാണ് ദൈവപ്രവൃത്തികൾ വെളിപ്പെടാൻ പോകുന്നത്. അപ്പോൾ ജീവജലത്തിൽ നദികൾ ഒഴുകുന്നത് നിങ്ങൾ കാണാൻ തുടങ്ങും. പലരൊക്കെ നിങ്ങൾ ആശ്വാസമായി തീരും, പലരൊക്കെ നിങ്ങൾക്കൊരു വിടുതലായി തീരും, പലരും നിങ്ങളൊരു അത്ഭുതമായി തീരും, പലർക്കും നിങ്ങൾക്ക് ഒരു രോഗശാന്തിയായി തീരും. ഹല്ലേലൂയ. പലരൊക്കെ നിങ്ങൾക്കൊരു ഡെലിവറൻസ് ആയി തീരും. അപ്പം ഈ ബിലീവേഴ്സ് ഷാൽ റിസീവ് ദ സ്പിരിച്വൽ ബ്ലെസ്സിങ്സ് ഓർ കമ്മ്യൂണിക്കേഷൻസ് ഓഫ് ഡിവൈൻ ഗ്രേസ് ഈസ് ഇൻ സോ ഗ്രേറ്റ് ആൻഡ് abundance that he shall not only be refreshed and comforted himself but shall be instrumental in refreshing and comforting others. നമ്മൾ മറ്റുള്ളവർക്ക് ഒരു കംഫോർട്ടായി തരും. ഒരു വിശ്വാസിക്ക് ആത്മീയ അനുഗ്രഹങ്ങൾ അഥവാ ദൈവത്തിൻ്റെ കൃപയുടെ ആശയ വിനിയമങ്ങൾ വളരെ സമൃദ്ധിയായ ആ സമയത്ത് ലഭിക്കുവാനിടയും. എങ്ങനെയാണ് ദൈവത്തോട് സംസാരിക്കുന്നത്? പലരും ചോദിക്കും, ദൈവശബ്ദം എങ്ങനെ കേൾക്കുന്നത്? സിമ്പിൾ. നിങ്ങളിതുപോലെ അടുത്ത് വന്ന് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാം. ദൈവം സംസാരിക്കും, എപ്പോഴും സംസാരിക്കും. നിങ്ങൾ അടുക്കുന്നില്ല, നിങ്ങൾ ലോകത്തിലാണ്. പിന്നെ ഇങ്ങനെ ദൈവം കേൾക്കുന്നത് എങ്ങനെയാണ്? നിങ്ങൾ മാർക്കറ്റിൽ പോയി നിൽക്കുകയാണ്, അവിടെ മത്തി വിൽക്കുന്നു, അവിടെ അയല വിൽക്കുന്നു, അവിടെ മറ്റേ വിൽക്കുന്നു. അവിടെ നിൽക്കുമ്പോഴത്തേക്ക് നിങ്ങളെ ഒരാൾ വിളിക്കുക, തോമാച്ചോ. നമ്മൾ ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കും. ഇവിടെ തോമാച്ച എന്നൊരു പേരുണ്ടെങ്കിൽ അത് ക്ഷമിക്കണം, ഞാനൊരു ഉദാഹരണ പേരിട്ടതേ ഉള്ളൂ. അപ്പം നിങ്ങളെ തോമാച്ച എന്ന് വിളിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കും. ആരാ വിളിക്കുന്നത്? ആരാ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. എന്നാൽ നിങ്ങൾ ശാന്തമായൊരു സ്ഥലത്ത് പോയിരിക്കുക. നിങ്ങൾ ശാന്തമായിട്ടൊരു സ്ഥലത്ത് പോയിരുന്നിട്ട് നിങ്ങളൊരു പാർക്കിൽ പോയിരിക്കുക, നിങ്ങളൊരു ഭവനത്തിൻ്റെ അകത്തൊരു മുറിക്കകത്ത് പോയിരിക്കുക. നിങ്ങളെ വന്ന് നിങ്ങളുടെ പേര് വിളിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആളെ കാണാൻ പറ്റും. ആരാ വിളിച്ചത് നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങളുടെ മകനാ വിളിച്ചത്, നിങ്ങളുടെ മകളാ വിളിച്ചത്, അല്ലെങ്കിൽ നിങ്ങളുടെ അയലോക്കക്കാരെ വിളിച്ചത്, എൻ്റെ ദൈവമാണ് വിളിച്ചത്. ഹല്ലേലൂയ. അതിൻ്റെ അർത്ഥം എന്താണ്? ആശയം വിനിമയം ചെയ്യുവാൻ നമ്മൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നില്ല. അതിൻ്റെ അറ്റ്മോസ്ഫിയർ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നില്ല. അതുകൊണ്ട് ദൈവശബ്ദം കേൾക്കുന്നില്ല. ദൈവനോട് സംസാരിക്കും. ആൾക്കാരെന്ന് പറയും ദൈവം സംസാരിക്കുന്നില്ല. ദൈവം സംസാരിക്കും. ദൈവം എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുകയെന്ന്. ദൈവം എന്നും സംസാരിക്കും. ദൈവം എപ്പോഴും നമ്മളെ തൊട്ടുകൊണ്ടിരിക്കുക. ദൈവം എപ്പോഴും നമ്മളെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ അത് സ്വീകരിക്കേണ്ട കടമ നമ്മളാണ്. അപ്പോൾ ജീവജല നദികൾ നമ്മൾ ഒഴുകിക്കഴിയുമ്പോൾ നമ്മളെന്താണ്? ഉന്മേഷഭരിതരായിത്തീരുന്നു. നമ്മളുള്ള ഡിപ്രഷൻ മാറും. പലരും വിളിക്കുന്നുണ്ട് ഡിപ്രഷൻ പ്രാർത്ഥിക്കും, ഡിപ്രഷൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത്. എങ്ങനെ ഡിപ്രഷൻ വരുന്നത്? എങ്ങനെയാണ്? ദൈവമില്ലാത്തതുകൊണ്ടാണ് ഡിപ്രഷൻ വരുന്നത്. നിങ്ങൾ ദൈവസാന്നിധ്യം പൂർണ്ണമായിട്ടൊന്ന് രുചിച്ചറിയാൻ തുടങ്ങി, നിങ്ങളുടെ ഡിപ്രഷൻ പോവും. നിങ്ങളുടെ രോഗം പമ്പ കിടക്കും. നിങ്ങൾ ദൈവാത്മാവുമായിട്ടൊരു ബന്ധത്തിലായി തീർന്നേ, ദൈവദിനത്തിൽ നിങ്ങൾ ജീവിക്കാൻ തുടങ്ങി നോക്കിയേ, നിങ്ങളുടെ രോഗാത്മാവ് നിങ്ങളൊന്ന് പോയി ഇറങ്ങിപ്പോകാൻ തുടങ്ങും. ഹല്ലേലൂയ. മറ്റുള്ളവർക്ക് നിങ്ങൾ ആശ്വാസമായി തീരും. മറ്റുള്ളവരെ ഉന്മേഷിപ്പിക്കുവാൻ, മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ, മറ്റുള്ളവർക്ക് ആശ്വാസം കൊടുക്കുവാൻ നിങ്ങളെ ദൈവം ബലപ്പെടുത്തുവാനിടയും. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ഓ റിഖാബാന ഷംദൽഖന. നിങ്ങൾ നോക്കിയ എഫേസ്യ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 25-26 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ എന്താണ്? സ്നേഹത്തിൽ ക്രിസ്തു തൻ്റെ സഭയെ തൻ്റെ വചനത്തിൻ്റെ ജലം കൊണ്ട് കഴുകി വിശുദ്ധീകരിക്കുന്നത് എങ്ങനെയാണെന്ന് പൗലോസ് വിശദീകരിക്കുന്നുണ്ട് അവിടെ. ഞാൻ പറഞ്ഞ കറക്റ്റാണെന്ന് വാക്യമാണെന്ന് തോന്നുന്നു. പിന്നെ വായിച്ചാൽ മതി. അപ്പോൾ എഫേസ്യ ലേഖനം 5-ാം അധ്യായം 25-ാം അധ്യായത്തിന് 25-26 വായിക്കുമ്പോൾ കാണാം. 5-ാം അധ്യായത്തിൻ്റെ 25-26 വായിക്കുമ്പോൾ കാണാം അത്. അതുപോലെ എബ്രായ ലേഖനമൊക്കെ വായിക്കുന്നത് കാണാം. എന്താണ്? 10-22 നമ്മുടെ ഹൃദയങ്ങൾ തളിക്കപ്പെടുകയും
നമ്മുടെ ശരീരം ശുദ്ധജലത്താൽ കഴുകപ്പെടുകയും ചെയ്യുന്നു. എബ്രായ ലേഖനം 10:22 എന്ന് പറഞ്ഞുകൊണ്ട് എബ്രായ ലേഖനത്തിൻ്റെ എഴുത്തുകാരൻ പ്രമേയം തുടരുകയാണ്. സോ 1 പത്രോസൊക്കെ നമ്മൾ വായിക്കും, വിശ്വാസികൾ വെള്ളത്താൽ എന്ന പോലെ ശുദ്ധീകരിക്കപ്പെടുന്നു എന്ന് പത്രോസ് അവിടെ പറയുന്നുണ്ട്. 1 പത്രോസ് 3-ാം അധ്യായം 20-21 വാക്യങ്ങൾ വായിച്ചു നോക്കിയേ. സോ അതുകൊണ്ട് എന്താണ്, റിവലേഷൻ നമ്മൾ വായിക്കുമ്പോൾ ഒടുവിൽ യേശുവിൻ്റെ ശുശ്രൂഷയുടെ മനോഹരമായ ഒരു ചിത്രീകരണത്തെക്കുറിച്ച് കുഞ്ഞാട് ഇടയനായിരിക്കുമെന്നും തൻ്റെ ജനത്തെ ജീവജലത്തിലേക്ക് നയിക്കുമെന്ന് യോഹന്നാൻ പറയുന്നു. വെളിപ്പാട് 7:17 നമ്മൾ വായിച്ചു നോക്കുമ്പോൾ കാണാൻ പറ്റും. സാംസ് 23 നോക്കി, എത്ര സിമ്പിളായിട്ടാണ്. സാംസ് 23-ന്റെ 3-ാം വാക്യം നിങ്ങൾ വായിച്ചു നോക്കി. അവൻ അനുഗ്രഹിക്കും അല്ലേ? പക്ഷേ 1ഉം 2ഉം വാക്യങ്ങൾ പാലിക്കുന്നവരാണ് 3-ാം വാക്യം ദൈവം അനുഗ്രഹിക്കുന്നത്. നമ്മളെല്ലാവരും പറയും 3-ാം വാക്യം നമ്മൾ എടുത്ത് പറയും. പക്ഷേ 1ഉം 2ഉം കൽപ്പനകൾ 23-ാം അധ്യായത്തിൻ്റെ സാംസ് 23 അല്ലെങ്കിൽ സങ്കീർത്തനം 23-ന്റെ 1ഉം 2ഉം കൽപ്പനകൾ പാലിക്കുന്നവരെയാണ് മൂന്നാമത്തെ വാക്യത്തിൽ ദൈവം അനുഗ്രഹിക്കുന്നത്. ഇല്ലെങ്കിൽ ആ വ്യവസ്ഥ പ്രകാരം ആര് നിൽക്കുന്നോ അവരെ മൂന്നാം വാക്യത്തിൽ ദൈവം അനുഗ്രഹിക്കാനിടയാം. അപ്പോൾ ദാവീദിൻ്റെ സങ്കീർത്തനം 23 ആ ഗീതം എന്താണ്? തൻ്റെ ഇടയൻ ദാവീദിനെ ശാന്തമായ വെള്ളത്തിലേക്ക്, അല്ലേ, ശാന്തമായ വെള്ളത്തിനരികത്തിലേക്ക് നയിച്ച് അവൻ്റെ ആത്മാവിനെ പുനഃസ്ഥാപിക്കുന്നു. അപ്പോൾ റീസ്റ്റോർ ചെയ്യുന്ന ദൈവം നമുക്ക് റീസ്റ്റോർ ചെയ്യും. ദൈവത്തിന് സമയം കൊടുക്കുക, നിങ്ങൾ റീസ്റ്റോർ ചെയ്യും. നിങ്ങൾ ശാന്തമായ വെള്ളത്തിൻ്റെ അരികിലോട്ട് ചെല്ലും, നിങ്ങൾ റീസ്റ്റോർ ചെയ്യും ദൈവം ചെയ്യും. നിങ്ങളുടെ ആത്മാവ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ദൈവസ്ഥാനം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവിൻ്റെ ആ നിറവ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകേണ്ടത്, നിങ്ങൾ ദൈവസ്ഥാനത്തിന് അടുത്തിയല്ലേ, അവൻ നിങ്ങൾ റീസ്റ്റോർ ചെയ്യും. നിങ്ങൾ വേൾഡ് എന്ന് ക്ലോസ് ചെയ്യുക, നിങ്ങൾ ലോകമായി എന്ന് മാറ്റിക്കളാം. എന്നിട്ട് നിങ്ങൾ ദൈവസ്ഥാനത്തിന് അടുത്തിയല്ല, നിങ്ങൾ അല്പസമയം ദൈവസ്ഥാനം ഇരിക്കുക, സമയം സ്പെൻഡ് ചെയ്യുക, വചനമായിട്ട് സമയം സ്പെൻഡ് ചെയ്യുക, വർഷിപ്പിൽ സമയം സ്പെൻഡ് ചെയ്യുക, നിങ്ങൾ കർത്താവോടൊന്ന് സംസാരിക്കുക. നിങ്ങൾക്ക് കർത്താവ് തൻ്റെ ആത്മാവിനെ റീസ്റ്റോർ ചെയ്യാനിടയാം. നിങ്ങൾ 23-ാം സങ്കീർത്തനമൊക്കെ എന്തുമാത്രം അർത്ഥവത്താണ്. അപ്പോൾ യേശുവാണ് നിത്യജീവൻ, അത് സൗജന്യമായി നൽകുന്നതാണ്. നിത്യജീവൻ എതിരായിട്ട് ലഭിക്കാത്തവരെന്ന് പകൽക്കാലം വിളിച്ചു പറഞ്ഞു, കർത്താവേ നീ എൻ്റെ ഹൃദയത്തെ വന്നേ പറ്റത്തുള്ളൂ, ഞാൻ യേശുവിനെ സ്വീകരിക്കുന്നു. ഇതുവരെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാതെ വിളിച്ചു പറ, കർത്താവേ പരിശുദ്ധാത്മാവെ എൻ്റെ ഹൃദയത്തിൽ വന്നാലും നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകുവാൻ അറിയുന്നുവെങ്കിൽ, അല്ലേ, കർത്താവ് അങ്ങനെ പറഞ്ഞിരിക്കുന്ന സ്വർഗസ്വനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ, ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ആസ്കെന്ന, തന്നോട് ചോദിക്കുന്നവർക്ക്, മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് യാചിക്കുന്നതാണ്, ചോദിക്കുന്നവർക്ക് ആത്മാവിനെ എത്രയധികം നൽകും. ലൂക്കോസ് 15-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്, 5-ാം വാക്യം തോന്നുന്നു. അപ്പോൾ ആ ചോദിക്കുന്നവർക്ക് എത്രയധികം കൊടുക്കും. ചോദിക്കണം, നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കണം, ആത്മാവിനെ ചോദിച്ചുകൊണ്ടിരിക്കണം. പക്ഷേ ആത്മാവിനെ നമ്മൾ ചോദിക്കുമ്പോൾ അത് സ്വീകരിക്കുവാൻ നമ്മുടെ പാത്രം റെഡിയാക്കി വെക്കണം, നമ്മുടെ വെസൽ റെഡിയാക്കി വെക്കണം. നമ്മൾ വെസൽ റെഡിയാക്കി വെക്കുമ്പോൾ, നമ്മൾ ചോദിക്കുമ്പോൾ കർത്താവ് അതിനകത്ത് പകരുവാനിടയാവും. ജീവജല നദികൾ നമ്മളിലൂടെ ഒഴുകുവാൻ തുടങ്ങും. ജീവജല നദികൾ നമ്മളോട് ഒഴുകുവാൻ തുടങ്ങും. അത് മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തരും, മറ്റുള്ളവർക്ക് ആശ്വാസമായി തരും, മറ്റുള്ളവർക്കത് അത്ഭുതമായി തരുവാനിടയും. ഹല്ലേലൂയ. നമ്മുടെ കണ്ണിലേക്ക് പ്രാർത്ഥിക്കുക. ഒരു വാക്ക് പ്രാർത്ഥിച്ച ശേഷം ഞാൻ ചില വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ കോമൺ ആയിട്ട് പ്രാർത്ഥിക്കാം. ദൈവം സഹായിക്കട്ടെ. കർത്താവേ നന്ദിയോടെ സ്തുതിക്കുന്ന വാഴ്ത്തുന്നു. ജീവജല നദികൾ ഞങ്ങൾ ഒഴുകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. പരിശുദ്ധാത്മാവിനെ ഇതുവരെ പ്രാപിക്കാത്തവർ ഒരു നിമിഷം കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചാലും, ഇതുവരെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു നിമിഷം പ്രാർത്ഥിച്ചാൽ, കർത്താവെ പരിശുദ്ധാത്മാവെ എന്നോട് വരാൻ പ്രാർത്ഥിച്ചാലും, കർത്താവെ ആ കരമുയർത്തിരിക്കുന്ന വ്യക്തികൾക്കായി പ്രാർത്ഥിക്കുന്നു. ആത്മാവിൻ്റെ സാന്നിധ്യം അവരിൽ ഇറങ്ങട്ടെ. ഇപ്പോൾ തന്നെ പരിശുദ്ധാത്മാവെ അവർ ടച്ച് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കും. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ നാമത്തിൽ അവരിൽ മേൽ ആത്മാവിൻ്റെ ശക്തി ഇറങ്ങട്ടെ. ആത്മാവരിൽ വ്യാപരിക്കട്ടെ. ഉറാബാസി. യെസ്, താങ്ക് യു ജീസസ്. ആത്മസാന്നിധ്യത്തിനായി സ്വാഗതം. താങ്ക് യു ജീസസ്. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർക്ക് റീസ്റ്റോർ ചെയ്യുവാൻ, വീണ്ടും ഒരു ആത്മസാന്നിധ്യം വർദ്ധിക്കുവാൻ വേണ്ടി ആഗ്രഹമുള്ളവർ കരങ്ങൾ ഉയർത്തിയാലും, കർത്താവെ ആത്മാവിനെ പ്രാപിച്ചവർക്ക് വേണ്ടി വീണ്ടും പ്രാർത്ഥിക്കുന്നു. ഒരു ദൈവശക്തി അവരുടെ മേൽ ഒഴുകട്ടെ കർത്താവെ. അവർ പ്രാപിച്ചതാണ്, എന്നാലും വീണ്ടും അവർക്ക് അധികം ആത്മസാന്നിധ്യം വെളിപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. യെസ്, ഇങ്ങോട്ട് സംഭവിക്കട്ടെ. യെസ്, പലരും ദൈവാത്മാ പകരുന്നുണ്ട്, എന്നെ കാണിക്കുന്നുണ്ട് കർത്താവ്. പലരിലും മേൽ ദൈവസാന്നിധ്യം പകരുന്നുണ്ട്. യെസ്, വെള്ളച്ചാട്ടം പകരുന്നത് പോലെ പരിശുദ്ധാത്മാവ് പലരും മേൽ പകർന്നുകൊണ്ടിരിക്കുക. താങ്ക് യു ജീസസ്. നന്ദി കർത്താവേ, അങ്ങയുടെ പകർച്ചയ്ക്കായ സ്തോത്രം, അങ്ങയുടെ റീസ്റ്റോറിങ്ങിനായ സ്തോത്രം.
ആത്മപകർച്ചയ്ക്കായ സ്തോത്രം, ആത്മശക്തിക്കായ സ്തോത്രം, ആത്മശക്തിക്കായ സ്തോത്രം, ആത്മശക്തിക്കായ സ്തോത്രം, ആത്മശക്തിക്കായ സ്തോത്രം, ആത്മശക്തിക്കായ സ്തോത്രം. താങ്ക് യു ജീസസ്. നന്ദി കർത്താവേ, നന്ദി. ഹല്ലേലൂയ. അടുത്ത രോഗികൾക്ക് കൊണ്ട് പ്രാർത്ഥിക്കുന്ന എന്തെങ്കിലും രോഗത്താൽ നിങ്ങൾ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളവിടെ കരം വെച്ചാലും, നിങ്ങൾ പ്രഷറോ ഷുഗറോ കൊളസ്ട്രോൾ എന്തായാലും എന്ത് വിഷയമാണെങ്കിലും യേശുവിൻ്റെ നാമത്തിൽ ഇത്രയും പേരെ നമുക്ക് ഓരോരുത്തരൊക്കെ പ്രാർത്ഥിക്കാൻ പാടാണല്ലോ. അതുകൊണ്ട് കോമൺ ആയിട്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഇപ്പോൾ തന്നെ രോഗസൗഖ്യം അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. അടിപ്പിണരുകളാൽ സൗഖ്യമാകട്ടെ, അടിപ്പിണരുകളാൽ സൗഖ്യമാകട്ടെ. ഞാൻ വചനമയച്ച് സൗഖ്യമാക്കുന്ന യഹോവയും ദൈവത്തിൻ്റെ വചനം ഇപ്പോൾ അയക്കുന്ന കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ വചനമയച്ച് സൗഖ്യമാക്കുന്നു, വചനമയച്ച് സൗഖ്യമാക്കുന്ന കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു പോട്ടെ. എല്ലാ രോഗാത്മാവ് അഴിഞ്ഞു പോട്ടെ, ഇപ്പോൾ തന്നെ അഴിഞ്ഞു പോട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു പോട്ടെ. രോഗാത്മാവിനെ ശാസിക്കുന്നു, രോഗാത്മാവിനെ ശാസിക്കുന്നു, എല്ലാ രോഗത്തിനെ ശാസിക്കുകയാണ്. ശരീരത്തിന് വിട്ടുമാറാൻ കൽപ്പിക്കുന്നു. ദ നെയിം ഓഫ് ജീസസ് ബി ഹീൽ, ബി ഹീൽ. ദ നെയിം ഓഫ് ജീസസ് ബി ഹീൽ. ദ നെയിം ഓഫ് ജീസസ് ബി ഹീൽ. ദ നെയിം ഓഫ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇറങ്ങുന്നു. ബി ഹീൽ. ദ നെയിം ഓഫ് ജീസസ്. ചില രോഗസൗഖ്യം നടക്കുന്നുണ്ട്, രോഗസൗഖ്യം നടക്കുന്നുണ്ട്. ഈ ചെസ്റ്റ് കൺസ്ട്രക്ഷൻ, ഈ ചെസ്റ്റ് സംബന്ധമായ വിഷയങ്ങളൊക്കെ ഉള്ളിലുള്ള എന്തൊക്കെയോ ദൈവം സൗഖ്യമാക്കുന്നുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. നിങ്ങളുടെ ചെസ്റ്റ് കഞ്ചക്ഷൻ പോലെയൊക്കെ എന്തൊക്കെ സൗഖ്യമാക്കുന്നുണ്ട് യേശുവിൻ്റെ നാമത്തിൽ. സ്കിൻ ഡിസീസ് സൗഖ്യമാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. സ്കിൻ ഡിസീസ് സൗഖ്യമാകട്ടെ. ദ നെയിം ഓഫ് ജീസസ്, ദ നെയിം ഓഫ് ജീസസ്. ചിലരുടെ ശരീരത്തിലൂടെ തീ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക, സൗഖ്യം നടന്നുകൊണ്ടിരിക്കുക. ചിലരുടെ ശരീരത്തിലൂടെ ഇങ്ങനെ ഫയർ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ചില ചൂട് അനുഭവിക്കുന്നുണ്ട് ചിലർക്ക് ഇങ്ങനെ ശരീരത്തിൽ ചൂട് അനുഭവിച്ചുകൊണ്ടിരിക്കുക. ചിലർക്ക് തണുപ്പ് അനുഭവിക്കുന്നുണ്ട്. അത് സൗഖ്യത്തിൻ്റെ ഒരു ലക്ഷണമാണ്. കർത്താവ് നിങ്ങളെ തൊടുക. യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ, യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ. ചില സൗഖ്യം കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കർത്താവ് സൗഖ്യമായിക്കൊണ്ടിരിക്കുന്നു. അരയ്ക്ക് കീഴോട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടാക്കുക സൗഖ്യമായിക്കൊണ്ടിരിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. നിങ്ങളുടെ എന്ത് വിഷയമാണെങ്കിലും പ്രാർത്ഥിച്ചാൽ ഇപ്പോൾ സൗഖ്യം വ്യാപരിക്കും. ചെവിക്കകത്തൊക്കെ പ്രശ്നങ്ങൾ കർത്താവ് സൗഖ്യമാക്കുന്നു. തലയ്ക്കകത്ത പ്രശ്നങ്ങൾ കർത്താവ് സൗഖ്യമാക്കുന്നു. കണ്ണിൻ്റെ അകത്ത പ്രശ്നങ്ങൾ സൗഖ്യമാക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. ഓ റാബാസി. യെസ്, ഒരു അനൗൻറ്റിങ് വ്യാപരിച്ചുകൊണ്ടിരിക്കുക. ഒരു ഹീറ്റിങ്ങിനെ, ഒരു ചൂടിങ്ങനെ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ചില ചൂട് അനുഭവിക്കുന്നുണ്ട്. അതൊരു സൗഖ്യമാണെന്ന് കർത്താവ് പറയുന്നത്. സൗഖ്യമാണ്. നിങ്ങളുടെ ശരീരം സൗഖ്യമായിക്കൊണ്ടിരിക്കുക, നിങ്ങളുടെ ശരീരം സൗഖ്യമായിക്കൊണ്ടിരിക്കുക. താങ്ക് യു ജീസസ്. കർത്താവ് തൊട്ടുകൊണ്ടിരിക്കുന്നതിനായ സ്തോത്രം, കർത്താവ് തൊട്ടുകൊണ്ടിരിക്കുന്നതിനായ സ്തോത്രം. ഈ പെടല വേദനയൊക്കെ സൗഖ്യമാകുന്നു, ബാക്ക് പെയിൻ സൗഖ്യമാകുന്നുണ്ട്. കർത്താവ് തൊട്ടുകൊണ്ടിരിക്കുന്നതിനായ സ്തോത്രം. താങ്ക് യു ജീസസ്. നന്ദി കർത്താവേ, നന്ദി. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഈ പൈശാചികമായിട്ട് എന്തെങ്കിലും ഈ ബന്ധനങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഡെലിവറൻസ് ആവശ്യമുണ്ട്, അങ്ങനെയുള്ളവർ മാത്രം കരമുയർത്തി പ്രാർത്ഥിച്ചാൽ കർത്താവേ, പൈശാചികമായിട്ടുള്ള ആ ഡെലിവറൻസിനെ പ്രാർത്ഥിക്കുന്നു. അവർക്ക് അങ്ങനെ ഒരു പോരാട്ടം ഉണ്ടെങ്കിൽ, അവരുടെ ജീവിതത്തെ ബ്ലോക്കായി കിടപ്പുണ്ടെങ്കിൽ, അവർക്ക് ഡിലേ ആത്മാവുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, പൈശാചികമായ ഒരു പോരാട്ടമുണ്ടെങ്കിൽ, ഡീമൺസിൻ്റെ പോരാട്ടമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഉറക്കത്തിൽ ഇങ്ങനെ ഡീമൺസിൻ്റെയൊക്കെ സ്വപ്നങ്ങൾ കാണുന്നുണ്ടെങ്കിൽ, ഈ സ്നേക്കിനെയൊക്കെ കാണുന്നുണ്ടെങ്കിൽ, അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ നിങ്ങൾക്ക് തോന്നുകയാണ് എനിക്കെന്തോ ഒരു ബന്ധനമുണ്ട്, യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു പോട്ടത്. അങ്ങനെയുള്ള ബന്ധനങ്ങൾ അഴിഞ്ഞു പോട്ടെ ഇപ്പോൾ തന്നെ. അങ്ങനെയുള്ള ബന്ധനങ്ങൾ അഴിഞ്ഞു പോട്ടെ. എല്ലാ പൈശാചിക മണ്ഡലങ്ങളെ ഒന്നിച്ച് ശാസിക്കുന്ന കർത്താവേ, എല്ലാ ഡീമൺസ് പവറുകളെയും ശാസിക്കും. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഡീമൺസുകൾ മാറിപ്പോൻ കൽപ്പിക്കുന്നു, ഇരുട്ടിൻ്റെ ആത്മാവ് മാറിപ്പോൻ കൽപ്പിക്കുന്നു. ഇവരുടെ മേൽ ശക്തി വ്യാപരിക്കട്ടെ. ദൈവത്തിൻ്റെ യേശുക്രിസ്തുവിൻ്റെ രക്തം ഞാൻ ഇവരെ തളിക്കുന്ന കർത്താവേ, ഇനി മുതൽ നിനക്ക് അവർക്ക് വരുമേൽ അവകാശമില്ല. ഇനി മുതൽ ഇരുട്ടിന് നിനക്ക് അവകാശമില്ല, ഇരുട്ടിന് നിനക്ക് അവകാശമില്ല, പിശാചിന് നിനക്ക് അവകാശമില്ല, നിൻ്റെ സൈന്യത്തിന് അവകാശമില്ല. യേശുക്രിസ്തുവിൻ്റെ നാമത്തിനെ ശാസിക്കുകയാണ്. മാറിപ്പോ, ഇവരുടെ ജീവിതത്തിൽ മാറിപ്പോൻ കൽപ്പിക്കുന്നു. ജോലി സംബന്ധമായ വിഷയങ്ങൾ ഭാരപ്പെടാം, ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ഈ ദിവസങ്ങളിൽ കർത്താവ് ജോലി ലഭിക്കട്ടെ കർത്താവേ. കടഭാരത്താൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. അവരുടെ കടഭാരത്തെ ഞാൻ ബ്രേക്ക് ചെയ്യുന്ന കർത്താവേ, എല്ലാ കടഭാരത്തെ ഞാൻ ബ്രേക്ക് ചെയ്യാം യേശുവിൻ്റെ നാമത്തിൽ. ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കടഭാരത്തെ ഞാൻ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കണം. ദ നെയിം ഓഫ് ജീസസ്. എല്ലാ ഡെബിറ്റ്സും ക്ലിയറായി പ്രാർത്ഥിക്കുന്ന കർത്താവേ, സ്തോത്രം. കർത്താവേ നന്ദി, എല്ലാത്തിലും നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയും യാതനയും കേട്ടതിനായി സ്തോത്രം. ഊറാബാൻ ഷംബൽ ഖമന ഹസ്തിനി. കർത്താവ് പ്രത്യേകിച്ച് സ്ക്രീനിൽ ഞാൻ കൈവച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ സ്ക്രീനിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവമക്കളെല്ലാം കർത്താവ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരോട് ആരോടെങ്കിലും കർത്താവ് പരിശുദ്ധാത്മാവ് സംസാരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ കർത്താവ് സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് സ്തോത്രം. കർത്താവിൻ്റെ കരങ്ങളിൽ ഇവരെല്ലാം ഏൽപ്പിക്കുകയാണ്, സമർപ്പിക്കുകയാണ്. ഊറാബാസിയെ സൂസമ്മ ഫിലിപ്പിനോട് പ്രാർത്ഥിക്കുന്നത്. സൂസമ്മ ഫിലിപ്പിനോട് പ്രാർത്ഥിക്കും. വാട്ട്സ് എ പ്രോബ്ലം സൂസമ്മ ഫിലിപ്പ്?
എന്താ പ്രശ്നം? സൂസമ്മ ഫിലിപ്പിന് എന്താ പ്രശ്നം? പാസ്റ്റർ മൈക്ക് നോണിച്ച് കൊടുക്കാവോ? ഒറ്റ മിനിറ്റ്, ഒറ്റ സെക്കൻഡ്. സൂസമ്മ ഫിലിപ്പ്. സൂസമ്മ ഫിലിപ്പ് അൺമ്യൂട്ട് ചെയ്യൂ. സൂസമ്മ ഫിലിപ്പ്. സൂസമ്മ ഫിലിപ്പ് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കും. ജസ്റ്റ് അൺമ്യൂട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ സംസാരിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, താങ്ക് യു ജീസസ്. ആർക്കെങ്കിലും അത്യാവശ്യമായിട്ട് പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ ഒറ്റ മിനിറ്റ്. പാസ്റ്റർ സമയമുണ്ടല്ലോ അല്ലേ? എനിക്ക് എന്റെ ദേശത്ത് എനിക്ക് വേണ്ടി ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒത്തിരി ആഗ്രഹമാണ്. ഒരുപാട് തടസ്സങ്ങളുണ്ട്. ഓക്കെ, ദൈവരാജ്യത്തിന് വേണ്ടി കൂടുതൽ പ്രയോജനപ്പെടാൻ. ഓക്കെ, അത് ഞാൻ അത് പറയുന്നത് വെച്ചാൽ നിങ്ങളൊരു ഈ കലപ്പയ്ക്ക് കൈപിടിച്ചിരിക്കുകയാണ്. ഓക്കെ, നിങ്ങളെ ഉഴുവാൻ വേണ്ടി ദൈവം കണ്ടിരിക്കുക. ഈ നമ്മുടെ നില ഉഴത്തില്ലേ, ദൈവരാജ്യത്തിന് വേണ്ടി കൂടുതൽ പ്രയോജനപ്പെടാൻ എനിക്ക് ആഗ്രഹമുണ്ട്. കർത്താവിന്റെ വേലയില് വളർന്നു വരാൻ എനിക്ക് ആഗ്രഹമുണ്ട്. വാസ്തവ എന്നെ ദൈവം കാണിക്കുന്നത് നിങ്ങളൊരു വയലിൽ ഇതുണ്ട്, നമ്മുടെ ഈ കലപ്പയുണ്ടല്ലേ, കലപ്പ കേൾക്കാവോ? കലപ്പയ്ക്ക് കൈപിടിച്ചിരിക്കുകയാണ്. അപ്പം വയൽ ഉഴുവാൻ വേണ്ടി ദൈവം കണ്ടിരിക്കുക. വയൽ ഉഴുവാൻ വേണ്ടി, മനസ്സിലായോ? അതായത് സുവിശേഷം ഇല്ലാത്തടത്ത് പ്രാർത്ഥിക്കുവാൻ വേണ്ടിയും എത്താത്തടത്ത് പ്രാർത്ഥിക്കുവാൻ വേണ്ടിയും അവർക്ക് വേണ്ടി ഉപസിക്കാൻ വേണ്ടി ഈ വയൽ ഉഴുന്ന പോലെ കലപ്പയ്ക്ക് കൈപിടിച്ച് അവിടെ ഒരു വിത്തിടാൻ പാകത്തിൽ ആക്കുവാൻ വേണ്ടി കർത്താവ് കണ്ടിരിക്കുക. ദൈവം എന്നെ കാണിച്ചിരിക്കുക. അത് ദൈവം അതിനുള്ള അഭിഷേകം തരും. കർത്താവെ സൗകര്യമായിട്ട് പ്രാർത്ഥിക്കുന്നു. ടച്ച് ഹോളി സ്പിരിറ്റ് നാവും. ആ ശക്തി അവരിൽ വ്യാപരിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. സഹോദരിൽ ഇപ്പോൾ ഒരു ശക്തി വ്യാപരിക്കുന്നുണ്ട്, ഇപ്പോൾ അനോയിന്റിങ് വ്യാപരിക്കുന്നുണ്ട്. ആത്മസാന്നിധ്യം വെളിപ്പെടുക യേശുവിൻ്റെ നാമത്തിൽ തന്നെ. അത്യാവശ്യമായിട്ട് ആർക്കെങ്കിലും പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാം. അത്യാവശ്യമായിട്ട് എനിക്ക് എന്റെ വൈഫിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. കഴിഞ്ഞ ഒരു ആരാ പേര് പറയണം, എന്നാലും എനിക്ക് വായിക്കാൻ പറ്റത്തുള്ളൂ. സമൂഹം അല്ലേ? അല്ല, ഒരു മിനിറ്റ്, പേര് പറയണേ. സമൂഹം അല്ലേ? എന്താ വിഷയം പറഞ്ഞു? വൈഫ് കഴിഞ്ഞ 6 മാസമായിട്ട് പുള്ളിക്കാരിക്ക് പെട്ടെന്ന് ശരീരം അങ്ങ് തളർന്നു വരുന്നത് പോലെ ഒരു അനുഭവം ഉണ്ടായിരുന്നു. അങ്ങനെ പല ഡോക്ടർമാരെയും കണ്ടു. ആ ടെസ്റ്റ് പറഞ്ഞ ടെസ്റ്റുകളെല്ലാം എടുത്തു. പക്ഷെ ഒന്നും അസുഖം എന്താണെന്ന്. വൈഫ് കൂടെ ഉണ്ടോ? ഇപ്പൊ അവിടെ ഉണ്ടോ? വൈഫ് കൂടി ഇരിപ്പുണ്ടോ? ആ ഉണ്ട്, എന്റെ കൂടെ കാണുന്നില്ല, അതുകൊണ്ട് ചോദിച്ചത്. ആ ഉണ്ട്. കർത്താവ് സഹോദരിയുടെ കേൾക്കുന്നുണ്ടോ? സഹോദരി ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? എന്നെ തളർച്ചയാണ്, ബോഡിയിൽ എന്നെ തളർച്ചയോ? ബോഡിയിൽ എന്നെ തളർച്ചയോ? എന്താ പറഞ്ഞേ? സൗമുവേൽ, ബ്രദർ സൗമുവേൽ, കേൾക്കുന്നില്ലല്ലോ. സൗമുവേൽ ബ്രദറിന്റെ വൈഫ് എന്ത് ചെയ്യും? സൗമുവേൽ ബ്രദറിന്റെ വൈഫ് എന്ത് ചെയ്യും? പക്ഷേ സമയമാണ്. സൗമുവേൽ ബ്രദറിന്റെ വൈഫ് എന്ത് ചെയ്യും? സൗമുവേൽ ബ്രദറിന്റെ വൈഫ് എന്ത് ചെയ്യുന്നു? പക്ഷേ സമയമായെങ്കിൽ പറയണം കേട്ടോ, ഞാനങ്ങ് നിർത്തും. സൗമുവേൽ ബ്രദറിന്റെ വൈഫ് എവിടെ? എന്താ സംസാരിക്കുന്നില്ലല്ലോ? അദ്ദേഹം സംസാരം കേൾക്കുന്നില്ലല്ലോ. എന്താ വിഷയം സിസ്റ്റർ? പറഞ്ഞേട്ടെ. എന്ത് സുഖമില്ലെന്നാ പറ. എന്താ അസ്വസ്ഥത? എന്താ അസ്വസ്ഥത എന്ന് വെച്ചാല് 7-8 മാസമായി കാണും. ഞാനൊന്ന് പേടിച്ചു. അതാ ചോദിക്കുന്നത്. എന്ത് കണ്ടാ പേടിച്ചത്? ഞങ്ങളുടെ വീട്ടിലെ പട്ടിയെ അഴിച്ചതാ. അത് പെട്ടെന്ന് തന്നെ ചാടി കടിച്ചു. ഓക്കെ. അത് അങ്ങനെ അന്ന് തൊട്ടങ്ങും പേടിയായിരുന്നു മനസ്സിൽ. അപ്പം അതിന് മുന്നേയും പട്ടി കടിച്ചപ്പോ ഇഞ്ചക്ഷനൊക്കെ എടുത്തായിരുന്നു. അതുകൊണ്ട് ഈ പ്രാവശ്യം എടുത്തില്ല.
അല്ല അതിനുശേഷം ശരീരത്തിന് എന്ത് പറ്റി? ശരീരത്തിന് എന്ത് പറ്റി? ശരീരം കൊണ്ട് പിന്നെ എഴുന്നേക്കാനും വയ്യ, ഒരു ബലം ഇല്ലാതായി തീർന്നു. ഇപ്പം 2-3 ആഴ്ച കൊണ്ട് ഭയങ്കര വെപ്രാളവും മനസ്സങ്ങ് ഡിപ്രഷൻ ആയതുപോലെ അങ്ങ് പേടി. ഓക്കെ, ഒറ്റ മിനിറ്റ് പ്രാർത്ഥിക്കാം. കർത്താവെ നന്ദിയോടെ സ്തുതിക്കുന്നു, സൗകര്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭയത്തിൻ്റെ ആത്മാവിനെ ഞങ്ങൾ ശാസിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഭയത്തിൻ്റെ ആത്മാവിനെ ഞങ്ങൾ റിബൂക്ക് ചെയ്യുന്നു, ഞങ്ങളെ ശാസിക്കുന്നു. ഒന്നിച്ച് ഭയത്തിൻ്റെ ആത്മാവ് വിട്ടുമാറട്ടെ. യെസ്, ഒരു പാമ്പ് പോലെ ശരീരത്തിൽ കിടക്കുന്ന, ചുറ്റി വരിഞ്ഞ് കിടക്കുന്ന, ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ ഞാനതിനെ ശാസിക്കുന്നു, വിട്ടുമാറാൻ കൽപ്പിക്കുന്നു. ആ ശരീരത്തിൽ വരിഞ്ഞു മുറുക്കി വെച്ചിരിക്കുന്ന ആ പൈശാചിക മണ്ഡലത്തെ ശാസിക്കുന്നു. മാറിപ്പോട്ടത് ഇപ്പോൾ തന്നെ, അത് മാറിപ്പോട്ടെ, അഴിഞ്ഞുപോട്ടത്. ദ നെയിം ഓഫ് ജീസസ്. ആ സഹോദരിയുടെ ജീവിതത്തിൽ മാറിപ്പോൻ കൽപ്പിക്കുക. ശരീര ദൈവസാന്നിധ്യം ഇറങ്ങട്ടെ, ശരീര ദൈവസാന്നിധ്യം ഇറങ്ങട്ടെ, ശരീര ദൈവസാന്നിധ്യം ഇറങ്ങട്ടെ. ടച്ച് ഹോളി സ്പിരിറ്റ്. യെസ്, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ദൈവസാന്നിധ്യം അവിടെ വെളിപ്പെടുന്നുണ്ടല്ലോ. പ്രാർത്ഥിക്കുമ്പോൾ എന്തെങ്കിലും അവിടെ സംഭവിക്കുന്നുണ്ടോ? ദൈവസാന്നിധ്യം വെളിപ്പെടുന്നുണ്ടോ അവിടെ? എനിക്ക് ദൈവസാന്നിധ്യം കിട്ടുന്നുണ്ട്, പക്ഷെ പുള്ളിക്കാരിക്ക് മനസ്സിലാകണം. ഇതുവരെ പ്രാർത്ഥനാനുഭവത്തിലേക്കൊന്നും വന്നിട്ടില്ല. കാത്തലിക് ബാക്ക്ഗ്രൗണ്ടിലാണ്. ഓക്കെ, ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ പറ. കർത്താവേ, പുള്ളിക്കാത്തോട് പ്രാർത്ഥിക്കാൻ പറ. കർത്താവേ, സിസ്റ്റർ പറ. കർത്താവേ, എൻ്റെ കുറവുകളും പാവങ്ങളൊക്കെ ക്ഷമിക്കണമേ. ഞാൻ യേശുവിനെ എൻ്റെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്നു. യേശുവിനെ എൻ്റെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്നു, എൻ്റെ നാഥനായി സ്വീകരിക്കുന്നു. അങ്ങനെ നാഥനാണ്, അങ്ങനെ നാഥനാണ്, അങ്ങനെ രാജാവാണ്. അങ്ങ് എനിക്ക് വേണ്ടി മരിച്ചു, അങ്ങ് എനിക്ക് വേണ്ടി അടക്കപ്പെട്ടു, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു. ഇന്നു മുതൽ ഞാൻ ആള് മാറും, ഇന്നു മുതൽ ഞാൻ ആള് മാറും. ഞാൻ പ്രാർത്ഥിക്കും, ഞാൻ യേശുവിനോട് പ്രാർത്ഥിക്കും. ഞാൻ ദൈവദിനം വായിക്കും. ഞാൻ ഈ പിശാചിന് അടിമയല്ല, ഞാൻ യേശുവിൻ്റെ മകളാണ്. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. പരിശുദ്ധാത്മാവെ, തൊട്ടാൽ സൗകര്യം തൊട്ടാൽ ഇപ്പോൾ തന്നെ വ്യത്യാസം വരട്ടെ, ജീവിതം മുഴുവൻ വ്യത്യാസം വരട്ടെ. ആ ശരീരത്തിൽ ദൈവസാന്നിധ്യം ഇറങ്ങട്ടെ. കർത്താവെ, ഇപ്പോൾ തന്നെ കർത്താവെ, ദൈവരാജ്യം വരുമേൽ കർത്താവ് വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ രക്തം തളിക്കുന്നു. കർത്താവെ, ഒരു ഡെലിവറൻസ് നടക്കട്ടെ ഇപ്പോൾ തന്നെ, അത്ഭുതം നടക്കട്ടെ. ഇൻ ജീസസ് മൈറ്റി നെയിം, ആമേൻ. ഹല്ലേലൂയ. പക്ഷേ സമയമായി പറഞ്ഞേക്കണം, അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും പ്രാർത്ഥിക്കണമെങ്കിൽ ഒറ്റ നിമിഷം. സാലി പറഞ്ഞോട്ടെ, സാലി സിസ്റ്റർ പറഞ്ഞോട്ടെ. എനിക്ക് എന്റെ ഹസ്ബൻഡിന് ഒരു അറ്റാക്ക് വന്നു. കഴിഞ്ഞ ഞായറാഴ്ച ചർച്ചിൽ പോണ വഴിക്ക് നടന്നു പോകുമ്പോൾ അതിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങൾക്ക് മുൻപോട്ട് കയറണം. പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിച്ചിട്ടില്ല. ഞങ്ങൾക്ക് മക്കൾ രണ്ടുപേരും വിശ്വാസത്തിൽ വന്നിട്ടില്ല. 2 ആൺമക്കളാണ്, വിവാഹപ്രായമായ ആൺമക്കളാണ്. പാരമ്പര്യത്തിലാണ് അന്വേഷിക്കുന്നത്. എനിക്ക് പെന്തക്കോസ്തിൽ തന്നെ ഒരു 2 പിള്ളേരെ കിട്ടണമെന്നാണ് ആഗ്രഹം. ഞാനും എൻ്റെ കുടുംബം ഞങ്ങൾ യഹോവയെ സേവിക്കും. സിസ്റ്റർ വിശ്വാസത്തിലാണോ? അതെ, ഞാൻ ഹസ്ബൻഡ് വിശ്വാസത്തിലാണ്. മക്കൾ വന്നിട്ടില്ല. ഞങ്ങൾ 4 വർഷമായിട്ടുള്ള വിശ്വാസത്തിൽ വന്നിട്ട്. ഒരു നിമിഷം ഇവർക്കൂടെ കർത്താവെ ഇവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് കർത്താവെ, ഇവരുടെ ഹസ്ബൻഡ് കർത്താവെ ചെസ്റ്റ് പ്രോബ്ലം ഒക്കെ ഉണ്ടായല്ലോ, സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഈ കുടുംബത്തെ ഏൽപ്പിക്കുന്ന കർത്താവ്, പ്രത്യേകിച്ച് കർത്താവ് തലമുറകൾ വിശ്വാസത്തിൽ വരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് അവർക്ക് വേണ്ട തക്ക തുണകളെ കർത്താവ് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കൾക്ക് ഒരു അനുഗ്രഹമായി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞാനൊരു അനുഗ്രഹിക്കുന്നു കർത്താവെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവിനെ സഹായിക്കണം, മഹത്വം കർത്താവ് എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. എനിക്ക് വേണ്ടി പറഞ്ഞോ, പേര് പറഞ്ഞോളൂ. പേരെന്താ? എന്റെ ശരീരം മുഴുവനും ചൊറിച്ചില്ല. തല മുതൽ കാല് വരെ ചൊറിയുക. എത്ര മരുന്ന് ചെയ്തിട്ടത് മാറുന്നില്ല. എന്നാ ഒന്നും പുറമെ കാണാനില്ല. കർത്താവെ, വത്സമ സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ചൊറിച്ചിലിനെ ശാസിക്കുന്നു. ചൊറിച്ചിലിൻ്റെ ആത്മാവ് ഇപ്പോഴും തന്നെ വിട്ടുപോകാൻ കൽപ്പിക്കുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ശരീരത്തിൽ ഇറങ്ങട്ടെ.
ചൊറിച്ചിൻ്റെ ആത്മാവിനെ ശാസിക്കുന്നു. യെസ്, ശരീരം മുഴുവൻ ചൊറിയുന്ന ആത്മാവ്, ചൊറിച്ചിലുണ്ടാക്കുന്ന ആ സ്കിൻ ഡിസീസിൻ്റെ ആത്മാവിനെ ഇപ്പോൾ തന്നെ വിട്ടുമാറാൻ കൽപ്പിക്കുന്നു. ദ നെയിം ഓഫ് ജീസസ്. യെസ്, അത് കത്തിക്കരിഞ്ഞു മാറട്ടെ, ഇത് കത്തിപ്പോട്ടത്, ദൈവ സാന്നിധ്യത്താൽ നശിച്ചു പോട്ടത്. താങ്ക് യു ജീസസ്. കർത്താവ് വിടുതലായ സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. യേശു ലോർഡ്. പക്ഷെ ഞാൻ എബ്രാഹിം ജോസഫാണ്. എന്നെ എൻ്റെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. കുഞ്ഞുങ്ങൾ 2 പേരും 3 പേരുണ്ട്. ഒരു മോൻ കുടുംബസ്ഥയായിരിക്കുന്നു, മറ്റു 2 പേർ കുടുംബജീവിതം ആവശ്യമാണ്. വിവാഹത്തിന്റെ സമയം ആയിരിക്കുന്നു. തക്ക സമയത്ത് ജോലി ലഭിക്കാനോ ജോലി ഇല്ലാതിരിക്കുന്നു. 3 ഞങ്ങൾ കുടുംബമായിട്ട് കർത്താവിന്റെ പേരിൽ പ്രയോജനപ്പെടുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എബ്രാഹിം ജോസഫ്, റാന്നി, ആയിരൂർ. കർത്താവ് എബ്രാഹിമിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ പറഞ്ഞ വിഷയങ്ങൾ ഏൽപ്പിക്കുകയാണ്. കുടുംബമായിട്ട് ശക്തമായിട്ട് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അവർക്ക് കരങ്ങൾ ഏൽപ്പിക്കുന്ന കർത്താവ് ആത്മാവിൻ്റെ ഒരു സാന്നിധ്യം മേൽ പകരണം. യേശുവിൻ്റെ നാമത്തിൽ ആത്മാവിൻ്റെ സാന്നിധ്യം മേൽ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദിവസങ്ങൾ ദൈവപ്രവൃത്തി കാണണം കർത്താവ്. അവർക്ക് കാണുവാൻ, തലമുറകൾ അനുഗ്രഹിക്കപ്പെടുവാൻ, യഥാസ്ഥാനത്താക്കുവാൻ പരിശുദ്ധാത്മാവ് സഹായിച്ചാലും ദി ഖാബാനാസി യേശുവിൻ്റെ നാമത്താൽ ഈ കുറച്ചുകൂടെ ആത്മീയമായിട്ട് വളരണമെന്ന് കർത്താവ് പറയുക. പലപ്പോഴും ഈ ശീതമാനമല്ല ഉഷ്ണമാനമല്ലാത്ത അവസ്ഥയിൽ നിൽക്കുക. അത് മാറ്റിയിട്ട് ദിവസങ്ങളിൽ കർത്താവിൻ്റെ അടുക്കാൻ കർത്താവ് പറയുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ദൈവം ഉപയോഗിക്കും. ഓക്കെ, ഞാൻ കർത്താവിന്റെ വേല ചെയ്യുന്ന ആളെ 2 മാസമായിട്ട് എങ്ങും വെളിയിൽ ഇറങ്ങാൻ മേലാതെ കാലുവേദന കൊണ്ട് നടക്കാൻ മേലാതെ ഇരിക്കുകയാണ്. നീ കാലിൽ നീര് കാണിക്കുന്നുണ്ടല്ലോ. യേശുവിൻ്റെ നാമത്തിൽ നീര് മാറിപ്പോൻ കൽപ്പിക്കുന്നു, വേദനകൾ മാറിപ്പോൻ കൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കാര്യങ്ങളിൽ ഒഴുകട്ടെ. കർത്താവ് അൻപയുടെ കാല് പോലെ ആക്കണം. ദൈവവേല ചെയ്യുവാൻ പരിശുദ്ധാത്മാവെ ആ കർത്താവ് സാലിക്കുട്ടി സിസ്റ്ററിനെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ ദൈവ സാന്നിധ്യം ഇറങ്ങട്ടെ, അവിടെ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ പ്രാർത്ഥിക്കുന്നു. ജീസസ് മൈറ്റി നെയിം ഐ പ്രേ റൈറ്റ് നൗ ഇൻ ദ നെയിം ഓഫ് ജീസസ്. സൗഖ്യമാകട്ടെ. യെസ്, ഒരു ദൈവശക്തികൾ വ്യാപരിക്കുന്നുണ്ട്. ദിവസങ്ങളിൽ കർത്താവ് പിന്നെ ഓടിക്കും. താങ്ക് യു ജീസസ്. പക്ഷെ എന്റെ കൊച്ചുമോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവള് വയറുവേദനയായിട്ട് ഹോസ്പിറ്റലിലുണ്ട്. രോഗം കാണുന്നില്ല, വയറുവേദന മാറും. കർത്താവെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സരോസിന്റെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹോസ്പിറ്റലായിരിക്കുന്നില്ല, രോഗം കാണുന്നില്ല. കർത്താവ് സൗഖ്യമാക്കണം. അവിടെ കത്തി തൊടാനൊന്നും അനുവദിക്കില്ലെന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ ദൈവ സാന്നിധ്യം അവിടെ ഇറങ്ങണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. യേശുയുടെ നാമത്തിൽ വയറ്റിനകത്ത് അസ്വസ്ഥതകൾ മാറട്ടെ. രോഗാത്മാവിനെ ശാസിക്കുന്നു. അത് പൈശാചിക മണ്ഡലമാണെങ്കിൽ, രോഗാത്മാവാണെങ്കിൽ ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഒരു വിടുതൽ, സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ. ദ നെയിം ഓഫ് ജീസസ്. സൗഖ്യമാകട്ടെ. കർത്താവ് കൊടുക്കുന്നതിനായി സൗഖ്യം കൊടുക്കുന്നതിനായ സ്തോത്രം. കർത്താവ് സൗഖ്യം കൊടുക്കുന്നതിനായ സ്തോത്രം. അത് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. പക്ഷേ സമയമായി നിർത്താൻ കേട്ടോ. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. പക്ഷെ നമ്മുടെ സമയമായോ? ശരി. കർത്താവെ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണം. ഞാൻ കോമൺ ആയിട്ട് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവരും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു ആവശ്യങ്ങൾ ദൈവം അറിയുന്നല്ലോ. ഒരുവേള എല്ലാ അത്ഭുതങ്ങൾ ചെയ്യുമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളെ സൗഖ്യമാക്കിയാലും ഭൂതങ്ങളെ പുറത്താക്കിയാലും കർത്താവ് ഇവർക്ക് വേണ്ട രോഗസൗഖ്യം കൊടുക്കണം. ഇവർക്ക് വേണ്ട ആശ്വാസങ്ങൾ ദൈവം പകരണം. തലമുറകൾക്ക് വേണ്ട കർത്താവ് എല്ലാം വിടുതൽ കൊടുക്കണം. കൊടുത്തുകൊണ്ട് കർത്താവ് ഇവർക്ക് വേണ്ട എല്ലാ വിടുതൽ കൊടുക്കണം പ്രാർത്ഥിക്കുന്നു. അടുത്ത പ്രാവശ്യം കാണുമ്പോൾ ഇവർക്കെല്ലാം വലിയ സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ ഇവിടെയാക്കുന്നതിനായ സ്തോത്രം. ആത്മാവിൻ്റെ ശക്തി ഇവരുമേൽ പകർന്നു നിൽക്കുന്നതിനായ സ്തോത്രം. കർത്താവിലുള്ള എല്ലാം ജീവജല നദികൾ ഒഴുകട്ടെ. കർത്താവ് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നതിനായ സ്തോത്രം. ബിജി പാസ്റ്ററിനെ കുടുംബമായിട്ട് അനുഗ്രഹിക്കുന്നു. കർത്താവെ എല്ലാ ദിവസവും നടക്കുന്ന ദൈവം അനുഗ്രഹിക്കണമേ. ഈ പ്രാർത്ഥന ഇത് വലിയ വിശാലതയിലോട്ട് കൊണ്ടുപോകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ എല്ലാ ഭാരങ്ങളും പ്രയാസങ്ങളും മാറ്റിക്കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഈ മിനിസ്ട്രി ഞാൻ അനുഗ്രഹിക്കുന്നു. മഹത്വം കർത്താവിന്. അത് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. പക്ഷേ ഇത്ര സമയത്ത് അങ്ങനെ നന്ദി. എന്നെ വിളിച്ചതിന് നന്ദിയുണ്ട്. കർത്താവ് സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ധാരാളമായി കുടുംബമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതുപോലുള്ള അനുഗ്രഹിക്കുന്ന മെസ്സേജുകൾ പറയാൻ കർത്താവ് ധാരാളമായി കുടുംബമായി അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം നൽകുന്നതിനായി കർത്താവിൽ പ്രിയ കെ വി വർഗീസ് പാസ്റ്റർ കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ ക്ഷണിച്ചോളും. പ്രാർത്ഥിക്കാം.